ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേര് കടന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇത്ര രാവിലെ 6 മണിക്ക് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. വിജയിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, നമുക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും, ഒരുപക്ഷെ ഒരു മുഖം പോലും എനിക്ക് പരിചയമുള്ളതുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകതയും അതാണ്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും പരിചയപ്പെടുക. ഞങ്ങളെ വയനാട്ടിലെ ബത്തേരി റീജൻസിയിലാണ് കമ്പനിയുടെ GTS പ്രോഗ്രാം നടക്കുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ ഗസ്റ്റ് ആയിരുന്നു നമ്മളുടെ എല്ലാം ഗ്രേറ്റ് പവർഫുൾ ലീഡർ ഉമ്മർ സാറ്. എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഉമ്മർ സാറിന് ഒരുപാട് ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഭയങ്കരമായ ഇൻസ്പയറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉമ്മർ സാറിൻ്റെത്. അപ്പോഴും ഒരു പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ കൂടി കാണും അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. യാദൃശ്യമായിട്ടാണ് ഒരു പരിചയമില്ലാത്തൊരു നമ്പർ, ഒരു കോള് വരുന്നത്. അങ്ങനെ ഉമ്മർ സാറിന്റെ ഞാനാണ് ഇന്നതാണ്, ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എവിടെയോ കേട്ടു മറന്നു, ഒറ്റ പ്രാവശ്യമേ കേട്ടിട്ടുണ്ടായുള്ളൂ. എന്തായാലും ഒന്നിങ്ങനെ വന്ന് സ്വന്തം ടീമിൽ വന്നിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്ന് പറഞ്ഞപ്പോ അതിയായ സന്തോഷം തോന്നി. സിന്ധു ഉദയൻ എന്നാണ് പേര്. വയനാട് ജില്ലയിലെ പൂതാടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് മറ്റാരുമല്ല, സ്വന്തം ചേച്ചി, ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന ബിന്ദു മാഡമാണ്. ഈ സമയത്ത് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ചേച്ചി. ഒരുപക്ഷെ വളരെ സാധാരണക്കാരെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഒരു അച്ഛന്റെയും അമ്മയുടെയും 5 മക്കളാണ് ഞങ്ങള്. 4 പെണ്ണും ഒരാണുമാണ്. അതിലൊരാളാണ് ഞാന്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഒരു തീപ്പെട്ടിക്കൊമ്പ് പോലും വാങ്ങിക്കാൻ പുറത്തു പോയിട്ടുള്ള ഒരു ശീലമില്ല. ഞങ്ങളെ വിട്ടിട്ടില്ല. ആങ്ങളെയും അച്ഛനും കൂടിയാണ് നോക്കിയത്. കല്യാണം കഴിച്ചു കൊടുത്തതും ഒരു കൂലിപ്പണി എടുക്കുന്ന അച്ഛന്റെ അമ്മയുടെയും മോന്റെ കയ്യിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവരും പൊന്നുപോലെ നോക്കി. ഒരു കാര്യത്തിനും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ GTSലൊക്കെ കേൾക്കുന്ന പോലെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പോലെ അവിടെ നിന്നാണ് ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞത്. മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയ സമയം മുതൽ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തയ്യൽ പഠിക്കാൻ പോയി. കൊച്ചിനെയും എടുത്തിട്ടായിരുന്നു തയ്യൽ പഠിക്കാൻ പോവുക. ചെറിയ മോളെ, അവളെ കൊണ്ടുപോയി ആ ഒരു തറയിൽ കിടത്തി അവളെ ഉറക്കി കിടത്തും. ആ സമയത്ത് തയ്യൽ പഠിക്കും. അങ്ങനെ സ്കൂളിൽ വിട്ട സമയം മുതൽ പീസ് വർക്കിന് തയ്ക്കാൻ പോയിട്ടുണ്ട്. അതേപോലെ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ പോയി. അങ്ങനെ അവസാനമായിട്ടൊരു സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു ബോസിനോടൊപ്പം 11 വർഷത്തോളം അവിടെ ഇരിക്കേണ്ടി വന്നു. കാരണം പല മേഖലകളിൽ ചെയ്തു. ആദ്യം ഞാൻ ഇറങ്ങിയത് മക്കൾ സ്കൂളിൽ പോയി കഴിയുന്ന സമയത്ത് നമ്മൾ ലേഡീസ് ആണ്, അപ്പുറവും പോയി സംസാരിച്ച് വീട്ടിൽ കച്ചറ ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു വിചാരം കൊണ്ടും ഹസ്ബൻഡ് പറഞ്ഞത് കൊണ്ടും നമ്മൾ എന്തെങ്കിലും ചുമ്മാ ഒരു രസത്തിന് ഒരു ടൈം പാസിന് പോയി. പക്ഷെ പോകെ മക്കളൊക്കെ വലുതായി അവർ ക്ലാസ്സിലെല്ലാം പോകുന്ന സമയങ്ങളിൽ നമുക്ക് മനസ്സിലായി നമ്മൾ ഉണ്ടാക്കുന്ന 10 രൂപയ്ക്ക് പോലും വലിയ മൂല്യമുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ആ ഒരു കുഞ്ഞു ശമ്പളം പോലും നമ്മുടെ ഹസ്ബൻഡ് നോക്കിയിരിക്കുകയാണ്, നമുക്കത് ഇന്ന സമയത്ത് കിട്ടുമെന്നുള്ളതില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എവിടെയും നമ്മൾ ഉണ്ടാക്കുന്ന പണം തികയുന്നില്ല. കാരണം അടുത്തൊരു മക്കള് കാര്യങ്ങളും അവരുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് എന്താണേലും ആ ഒരു 11 വർഷം ആ ഒരു സ്റ്റാഫിനോട് അവിടെ ഇരിക്കുമ്പം എന്റെ വീടിനേക്കാൾ കാര്യമായിട്ട് ഞാൻ ആ സ്ഥാപനത്തെ നോക്കി നടത്തി. കാരണം 11 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും അവിടെയും ചെറുതല്ല. അവിടുത്തെ മെയിൻ സ്റ്റാഫായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്നെ മറന്ന്, അല്ലെങ്കിൽ വീടിനെ മറന്ന്, എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരാളാണ്. ഒരുപക്ഷെ എന്റെ ഭാഷ അവിടെ ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലേ, നന്നായി മനസ്സിലാവുന്നില്ലേ? ശരി. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ പലചരക്ക്, പച്ചക്കറി, കോഴി, വാടക സ്റ്റോർ, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൽ തന്നെ 4 റൂമിലായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അന്നൊന്നും നമുക്കിത് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹത്തിനുള്ള ഭക്ഷണം, മക്കളെ രാവിലെ സ്കൂളിൽ വിട്ട് അദ്ദേഹത്തിന് 2 നേരത്തേക്കുള്ള ഭക്ഷണം കടയിൽ എത്തിച്ചു കൊടുത്ത് എന്നതിന് ശേഷം വേണം എനിക്ക് 9:45 ബസ്സിന് ഓഫീസിൽ പോവാന്. അപ്പം ഇവിടുന്ന് എന്റെ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം കടയിൽ ഇത് കൊണ്ടു കൊടുക്കാൻ. അവിടെ നിന്ന് വേണം ബസ് കയറി പോകാൻ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഡെയിലി വീട്ടിലെ ഒരു കൃത്യനിഷ്ഠയായിട്ട് ജീവിക്കുന്ന ഒരാൾ, അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വീട്ടിലെ സകല കാര്യങ്ങളും, അടിക്കലും തുടക്കലും അലക്കലും എല്ലാം കഴിയാതെ പുറത്തിറങ്ങില്ല. എല്ലാ പണിയും തീർത്ത് കഴിയുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം മാത്രം ഉണ്ടായിരുന്നില്ല. എങ്ങനെ നോക്കിയാലും ബാക്കി ഒരുങ്ങാനൊക്കെ കിട്ടും, സമയം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു 11 വർഷം കണ്ടിന്യൂസ് ആയി കഴിഞ്ഞപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പലതരത്തിലാണ് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അതൊരു പക്ഷെ ജീവിതശൈലി രോഗങ്ങളാണ് അന്ന് അറിയില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു രോഗം ഉണ്ടെന്നും അറിയില്ല. കാരണം വളരെ ചെറിയ പ്രായത്തിലെ പലതരത്തിലുള്ള രോഗത്തിന് അടിമയാവേണ്ടി വന്നു. അപ്പൊ ആ ഒരു സമയത്ത്
പറഞ്ഞില്ല, ഓഫീസ് എന്ന് പറയുമ്പോൾ ജീവനായിരുന്നു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി നടത്തണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ഉള്ളതുകൊണ്ട്, കാരണം പഞ്ചായത്തിലോ എവിടെയും അവിടെ ഒരു സിവിൽ എഞ്ചിനീയറിന്റെ ഒരു ഓഫീസാണ്. പക്ഷെ അവിടുത്തെ ഒരു സെസ്ക്വയർ പോലും കാണുക പഠിക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് കണ്ടപ്പോ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് പറ്റുന്ന പണിയല്ല ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പം അവിടെ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി വീണ്ടും ഓഫീസിൽ. അപ്പൊ അവിടുത്തെ ബോസ് പറഞ്ഞു, ഇവിടെ വരുന്നവരുടെ പേരും അഡ്രസ്സും ഒന്ന് എഴുതി വെച്ചാൽ മതി. കാരണം അദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടിരുന്നവരെല്ലാരും കല്യാണം കഴിയാത്ത കുട്ടികൾ, അവര് കല്യാണം കഴിച്ചു പോകുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ആരുമില്ല. അപ്പൊ എന്റെ അടുത്ത് കല്യാണം കഴിച്ച ഒരാള് പേരും അഡ്രസ്സും എഴുതി വെച്ചാൽ മതി. അവിടെ വരുന്നവരുടെ പേരും അഡ്രസ്സും ഇംഗ്ലീഷിൽ എഴുതാൻ പോലും അറിയില്ലാത്ത ഒരാള് മലയാളത്തിൽ എഴുതി വെക്കും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 11 വർഷം ആകുമ്പോഴേക്കും അവിടെ ഇരുന്ന് അവിടുത്തെ ആ പ്ലാൻ എല്ലാം വരയ്ക്കാൻ പഠിച്ച്, അദ്ദേഹം അവിടെ ഇല്ലെങ്കിലും 3 മാസം അദ്ദേഹം അവിടെ ഇല്ലാത്ത സമയത്തും ആ സ്ഥാപനം നോക്കി നടത്തി അദ്ദേഹത്തിന്റെ സൈൻ അടക്കം പഞ്ചായത്തിൽ ഇട്ടുകൊടുത്ത് വീടിന് പെർമിറ്റും നമ്പറും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ 11 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും അത് അവർക്ക് ഗുണം, എനിക്ക് പുതിയൊരു അറിവ് കിട്ടി. ഞാൻ പലതരത്തിലുള്ള രോഗം അങ്ങനെയുള്ള സമയത്താണ് എന്റെ ചേച്ചി എന്നോട് പറയുന്നത്, പല്ലുവേദനയായിരുന്നു തുടക്കത്തിലെ പല്ലുവേദന, 2 അണയിലും അണപ്പല്ലുകളില്ല, പല്ലെടുത്ത് കളഞ്ഞു, പല്ലുവേദന ഉണ്ട്. 3ാമത്തെ പല്ലിന് കേടുപിടിക്കുന്ന സമയത്ത് എന്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ട്, അത് ഒരു പക്ഷെ ലീവ് എടുത്ത് പല്ലുവേദന കൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ അദൃശ്യമായിട്ടൊരു കോളാണ്, ചേച്ചീൻ്റെതാണ്. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ട്, ഒന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചി എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇരിക്കുന്നത്, ഞങ്ങള് വയനാട്ടിലും. അപ്പൊ എന്റെ ചേച്ചി കണ്ടിട്ട് തന്നെ 1.5 വർഷമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ പല്ല് തേക്കാനുള്ള പേസ്റ്റും കൊണ്ട് ഇപ്പൊ നീ വരുമല്ലേ എന്നായിരുന്നു അതിനുള്ള മറുപടി. അപ്പൊ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതൊന്നും നീ നോക്കണ്ട, 10 മിനിറ്റ് കൊണ്ട് പേസ്റ്റ് കയ്യിൽ കിട്ടും, പല്ല് തേച്ചിട്ടേ കിടക്കാവുള്ളൂ, കാരണം സുഖമില്ലാണ്ടിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആങ്ങളേന്റെ മോന് പേസ്റ്റ് കൊണ്ടു തന്നു. ആ പേസ്റ്റ് കൊണ്ടുവന്നപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം, കടകളിലുള്ള ക്ലോസപ്പോ കോൾഗേറ്റോ പോലെയുള്ള അല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേസ്റ്റ്. അപ്പൊ ഇത് പല്ലുവേദനയുടെ മരുന്നാണെന്ന് വിചാരിച്ചു. അന്നേരം തന്നെ എടുത്ത് തേച്ചു. നോക്കുമ്പോൾ നല്ല സുഖമുണ്ട്. കുറച്ച് സമയം കിടന്നുറങ്ങി. ഉറക്ക് കഴിഞ്ഞ് എണീക്കുമ്പോൾ വായിക്ക് നല്ല സുഖമുണ്ട്. അപ്പൊ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്തു കുടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി പല്ല് തേച്ചു. അങ്ങനെ 5:30 ആകുമ്പോൾ, ഒരു വിഷയം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് പലചരക്ക് കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ കടയിൽ വരണം. 6 മണിക്ക് ഞാൻ കടയിലേക്കാണ് വരിക, വീട്ടിലേക്കല്ല വരിക. കാരണം ഞാൻ പറഞ്ഞു, 4 കട നടത്തുന്ന ഒരാൾ കോഴിയിറച്ചിയൊക്കെ വെട്ടി തൂക്കി കൊടുക്കുന്നതാണ്. അപ്പൊ ആ കൈകൊണ്ട് പിന്നെ ചായ എടുത്തു കൊടുക്കാനോ മറ്റു സാധനം എടുത്തു കൊടുക്കാനോ പറ്റില്ല. അപ്പൊ 6 മണി കഴിഞ്ഞാൽ എന്റെ ഡ്യൂട്ടി ഓഫീസിൽ, എന്റെ കടയിലാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് അവിടുത്തെ ഡ്യൂട്ടി തുടങ്ങും. രാത്രി 10:11 മണിയാവാതെ വീട്ടിൽ വരാൻ പറ്റില്ല. 2 പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അവര് സ്കൂള് വിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് പഠിക്കാൻ കടയുടെ ബാക്കിൽ ഒരു കർട്ടനൊക്കെ കെട്ടി ആ മക്കൾ അവിടെ ഇരുന്നാണ് പഠിക്കുക. ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങളുടെ കച്ചവടം കഴിഞ്ഞ് കടയടച്ച് വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയി കഴിയുമ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും? പക്ഷെ വേറെ ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 6 മണിയാകുമ്പോൾ കടയിൽ വരണം. അതിന് ഞാൻ അന്നത്തെ ദിവസം ഇവിടെ ലീവാണ്. 5:30 മണിയാകുമ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് കടയിൽ ചെന്നു. പിന്നെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ നോക്കി, കാരണം അന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ഭക്ഷണം പോലും കൊടുത്തു വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചു. അപ്പൊ നോക്കുമ്പോ രാത്രി ഒന്നും കൂടി ബ്രഷ് ചെയ്തിട്ട് കിടന്നു. ഈ പറഞ്ഞത് 2016 ഒക്ടോബറിൽ നടന്ന കാര്യമാണ്. അന്ന് മാറിയതാണ് എന്റെ പല്ലുവേദന. അതിനുശേഷം ഒരു പല്ല് പോലും എടുത്തു കളഞ്ഞിട്ടില്ല. ഇന്ന് വരെ റൂട്ട് കനാല് ചെയ്യണം എന്ന് പറഞ്ഞ പല്ലോ അല്ലെ ഒന്നും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് ദൈവം സഹായിച്ച് ഈ നേരം വരെ ഒരു പല്ലും പോയിട്ടില്ല. ഇന്ന് 8 വർഷം കഴിഞ്ഞു. നമുക്കറിയാം 2016 ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇപ്പൊ കൂട്ടി നോക്കുമ്പോൾ അറിയാം. പക്ഷെ അന്ന് മുതൽ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. കാരണം ആ ഒരു സമയത്ത് 2 ദിവസം കഴിയുമ്പോൾ എന്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ട് പല്ലുവേദന? ഞാൻ പറഞ്ഞു, ഇപ്പൊ കുറവുണ്ട്, ഇനി ഇത് എപ്പോ വരുമെന്ന് അറിയില്ല. കാരണം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പല്ല് പോയിട്ടാണുള്ളത്. അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു, മുമ്പിൽ കിട്ടുന്ന ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചില്ലേ മനുഷ്യന്റെ അവസ്ഥ എന്താവും, പണം എത്ര ഉണ്ടായിട്ടോ അല്ല മറ്റുള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ആ ഒരു പേടി ഉണ്ടായിരുന്നു. 2 പല്ലും പോകുമ്പോൾ ഇനി ബാക്കിയുള്ളതും ഈ കുഞ്ഞിപ്രായത്തില് പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ബിസിനസ് എന്ന് പറയുന്നിടത്ത് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ഈ നിമിഷം വരെയും ഒരു കുഞ്ഞു പല്ലുവേദന പോലും, ഇവിടെ ഒരു പൊത്തുണ്ടായിരുന്നു, അത് ഹസ്ബൻഡ് കൊണ്ട് അടച്ചും തന്നു. അതാണ് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ പല്ലുവേദന ഇപ്പൊ കുറവുണ്ട്, പിന്നെ എങ്ങനെയെന്ന് അറിയില്ല എന്നായിരുന്നു എന്റെ മറുപടി. കുറച്ച് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എടി തലവേദനയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? കാരണം 13 വർഷത്തിന്റെ മേളിലായിട്ട് മൈഗ്രെയിന്റെ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഓൾറെഡി എന്റെ ചേച്ചിക്ക് തലവേദനയുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കൊക്കെ തലവേദനയുണ്ട്. അപ്പൊ ഇതൊരു പാരമ്പര്യമാണ് എന്നാണ് എന്റെ വിചാരം. പക്ഷെ അവൾ എന്റെ അടുത്ത് പറഞ്ഞോടി, ഒരു തൈലമുണ്ട്, അതൊന്ന് തേച്ച് കുളിച്ച് നോക്ക, എനിക്ക് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ
ഇതിന്റെ ഒന്നിന്റെയും പേസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കുന്ന ആയിക്കോട്ടെ ഒന്നിന്റെയും വില നോക്കിയിട്ടില്ല. എന്നാ പിന്നെ എനിക്ക് ആ തൈലം വേണം എന്ന് പറഞ്ഞു അന്ന് ആ ഒരു തൈലം വാങ്ങിച്ച് തലയിൽ തേച്ച് ഉപയോഗിച്ചു. ആ തൈലത്തിന്റെ പേരാണ് മാജിക് ഓയിൽ എന്ന് നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ചാമ്പ്യൻ എന്ന് പറയുന്ന തൈലം. ഏകദേശം 13 വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന തലവേദന കയ്യിൽ വെളിച്ചെണ്ണ തേക്കുന്ന പോലെ എടുത്ത് നെറുകിൽ വെച്ച് കുളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പണ്ടേ ഉള്ള ശീലം എന്ന് പറയുന്നത് രാവിലെ എണ്ണയിടും, ജോലിയെല്ലാം കഴിയുന്ന സമയത്ത് കുളിക്കാൻ പോകും, രാവിലെ ഏക്കുന്നവടി എണ്ണയിടും, അങ്ങനെ ആയിരുന്നു. ആ സമയത്ത് ചാമ്പി തൈലം തലയിൽ വെച്ച് കുളിക്കുക ചെയ്തത്. എന്താണേലും 17ാമത്തെ ദിവസം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്റെ കണ്ണട മാറ്റാൻ സാധിച്ചു. പിന്നെ ഇന്ന് വരെയും വെക്കേണ്ടി വന്നിട്ടില്ല. എന്നാണോ ചാമ്പി തൈലം കയ്യിൽ കിട്ടിയത് അന്ന് മുതൽ ഈ നിമിഷം വരെയും ഒരു ENT കാണാൻ പോലും. മറ്റേ അതുവരെ ഒരു ENT കണ്ട്, ENT സ്പെഷ്യലിസ്റ്റ് ആണ്, അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തു. സ്കാനിങ്, MR എല്ലാ സംഭവങ്ങളും ചെയ്തു, CT സ്കാൻ അടക്കം എല്ലാം ചെയ്യുമ്പോഴും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം പറയുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട്. TV നോക്കാൻ പാടില്ല, ഉറക്കൊഴിയാൻ പാടില്ല, വെയിൽ കൊള്ളരുത്, സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വെക്കും. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് സാധിക്കത്തില്ല. എന്നാലും മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ 13 വർഷമാകുമ്പോഴും മെലിഞ്ഞ് പെൻസിൽ പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയും എന്റെ തലയിലെ മുടിയെല്ലാം പോവുകയും ചെയ്തു എന്നുള്ളതല്ലാതെ അതിൽ നിന്നാണ് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ, സൈഡ് എഫക്ട് പോലെ ഉണ്ട്. ഇതൊന്നും അന്ന് അറിയുന്നില്ല. ഇന്നൊരു പക്ഷെ നിങ്ങൾ എന്നെ കാണുമ്പോൾ അത്യാവശ്യം ഒരു വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. എന്റെ തലയിൽ ഇപ്പൊ അത്യാവശ്യം ഈ മുടിയെല്ലാം ചാമ്പി തൈലം തേച്ചതിന് ശേഷം വന്നൊരു മുടിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ചാമ്പി തൈലത്തിലൂടെ 13 വർഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന മൈഗ്രെയിൻ ഇല്ലാണ്ടായി, പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി. ഇന്ന് ഈ നിമിഷം വരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ എല്ലാവരും ചോദിക്കും ഇത് തലയിൽ തേക്കാൻ പറ്റുമോ, മുടി പോകത്തില്ലേ എന്ന്. പക്ഷെ ഞാൻ പല്ലുവേദന മാറിയത് എന്റെ ഏറ്റവും വലിയൊരു അനുഭവം ആയതുകൊണ്ട് തന്നെ ചാമ്പി തൈലവും എന്റെ ചേച്ചി പറഞ്ഞു എന്ന കാരണം കൊണ്ട് വിശ്വസിച്ചു. കാരണം ഞാൻ അതിനേക്കാൾ കൂടുതൽ അപ്പുറമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു തലവേദന കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷെ വൈകുന്നേരം ഒരു നേരമാണ് ഹസ്ബൻഡും മക്കളുമായിട്ട് ഒന്നിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുക. ആ ഒരു സമയത്ത് എനിക്ക് അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ പല ദിവസങ്ങളും കിടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു ചാമ്പി തൈലം കണ്ണട മാറ്റി പിന്നീട് ഇന്ന് വരെ. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8-9 മാസത്തോളം ഞാൻ യൂസ് ചെയ്തു. കാരണം വെളിച്ചെണ്ണ ചാമ്പി തൈലം കിട്ടിയ സമയത്ത് വെളിച്ചെണ്ണ മാറ്റി ചാമ്പി തൈലം തേച്ചു തുടങ്ങി. ഒരുപക്ഷെ ഇന്നും എപ്പോഴെങ്കിലും ഒക്കെ ഒരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഇടയ്ക്കൊക്കെ എടുത്ത് ചാമ്പി തൈലാണ് തലയിൽ തേക്കുക. വേറൊരു എണ്ണയും ഞാൻ തേക്കാറില്ല എന്നുള്ളതാണ്. ഹെയർ ഓയിലൊക്കെ മുടിയിൽ തേക്കും. അപ്പൊ എനിക്ക് അതിൽ ഭയങ്കരമായ വിശ്വാസം. പക്ഷെ ഒരു ദിവസം എനിക്ക് തോന്നി ഇത് എന്നുവെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ സാധനം കിട്ടണില്ല. അപ്പൊ ഇത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇത് എന്റെ വീട്ടിലെത്തുന്നത്. അപ്പൊ എന്നെങ്കിലും ഇത് നിർത്തി കഴിഞ്ഞാൽ ഈ തലവേദന വീണ്ടും വരുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തോന്നി അന്ന് തന്നെ ഞാൻ അത് നിർത്തി. പക്ഷെ പിന്നീട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചാമ്പി തൈലം തേക്കൽ നിർത്തി. എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെ എണ്ണ ഇടലായി. പക്ഷെ ഇപ്പം നമുക്കറിയാം വല്ല യാത്രയോ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വല്ല യാത്ര ചെയ്യുകയോ അല്ലെ ഒരു പക്ഷെ ചില ഭക്ഷണങ്ങള്, ചില സ്മെല്ലുകൾ ഒക്കെ പറ്റാതെ വരുമ്പോ ചെറിയ തലവേദന വന്ന് ചാമ്പി തൈലം എടുത്ത് 2 നെറ്റീന്റെ തൂക്കും. അല്ലെങ്കിൽ നോവേദന ചിലൊരു കൂട്ടുകാരിയെ പോലെ ഇപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെ ഒരു തോന്നുമ്പോ തന്നെ ജസ്റ്റ് എടുത്ത് തൂക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണേലും 13 വർഷം ഒരു ENT മരുന്ന് തന്നിട്ട് മാറാത്തത് ഈ ഒരു അന്ന് 465 രൂപയുള്ളൂ. ഈ 465 രൂപയുടെ തൈലത്തിൽ എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു നാഷണൽ ടീം കോർഡിനേറ്റർ വിത്ത് സീലിംഗ് അച്ചീവർ ആയിട്ട് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ത് കയ്യിൽ കിട്ടിയാലും അതിനെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ള ഒരു ആഗ്രഹക്കാരിയായിരുന്നു ചെറുപ്പം മുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പൊ എനിക്ക് എന്തായാലും പ്രോഡക്റ്റുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നീട് ഞാൻ ആവശ്യക്കാരിയായി. കാരണം ഗ്യാസിന് എന്താണല്ലേ അടുത്തത് എന്റെ ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഒരു വ്യക്തിക്ക് ആദ്യമേ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗ്യാസ്, നെഞ്ചെരിച്ചില്, പൊളിച്ചുകേട്ടല്, അസിഡിറ്റി. അപ്പൊ ഈ തലവേദന കുറഞ്ഞപ്പോ അങ്ങോട്ട് ചോദിച്ചു ഗ്യാസിന് എന്താ, അതിന് ലിവാഗിൻ ലിക്വിഡ് പറഞ്ഞു തന്നു. അത് വാങ്ങിച്ച് കഴിച്ചു. വായ്പുണ്യ അൾസർ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ലിവാഗിൻ കഴിച്ചപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള അതിനേക്കാൾ വലിയ റിസൾട്ട് കിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം എന്റെ മൂത്ത മോൾക്ക് താരന്റെ പ്രശ്നം. തല ഇങ്ങനെ ചെയ്യുമ്പോൾ ചാരം വരുന്ന പോലെയായിരുന്നു. നെറ്റി മുഴുവനും താരന്റെ പ്രശ്നം കൊണ്ട് കുരുവായിരുന്നു. അപ്പൊ അതിന് താരൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ എന്താ പറയാ, മുഖത്തെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ടുകളാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ. കാരണം എനിക്ക്
ഒരുപാട് മാറ്റങ്ങൾ ഓരോന്നിനും നമ്മൾ ചോദിക്കുന്നു. ഞാൻ എന്തിനൊക്കെ ചോദിക്കുന്നു അതിനൊക്കെയുള്ള പ്രോഡക്റ്റ് ചേച്ചീന്റെ കയ്യിലുണ്ട്. അപ്പൊ അവൾ എപ്പോഴാണ് ഇത് ഡോക്ടറായി എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഓരോ രോഗത്തിനുള്ളതാണ് ചോദിക്കുന്നത്, അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനെ പോലെയാണ് എനിക്കിവിടെ പ്രോഡക്റ്റുകൾ എത്തിച്ചു തന്നുകൊണ്ടിരുന്നത്. കാരണം മുഖം നിറച്ച് കരിമങ്കല്യമായിരുന്നു. ഒരു സമയത്ത് ഈ പാടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥതയായിരുന്നു. കാരണം നല്ല സുന്ദരികളായിട്ടുള്ള 4 മക്കളായിരുന്നു. അതിൽ എനിക്ക് മാത്രമാണ് ഇങ്ങനെ, അല്ല എന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. 1 വർഷത്തോളം ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, ബ്ലഡ് പ്യൂരിഫയർ കഴിക്കുക, സ്കിൻ അലർജി മാറും എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല. കാരണം എന്റെ അനുഭവം തന്നെ ഗുരു ആയതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ വാങ്ങി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്റെ മുഖത്ത് തന്നെയാണ്. എന്റെ മുഖത്തെ പാടുകൾക്ക് നല്ല മാറ്റം വന്നു, നല്ല ബ്രൈറ്റ്നെസ് ആയി. അപ്പൊ ഞാൻ നോക്കുമ്പോ വെരിക്കോസ് എന്ന് പറയുന്ന രോഗത്തിന്റെ പേര് പോലും കേട്ടിട്ടില്ല. അന്ന് എനിക്ക് 39-40 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് എന്റെ വീട്ടിൽ ആർക്കും ഉണ്ടോന്നും എനിക്കറിയില്ല, നമ്മളാരും പറഞ്ഞു കേട്ടിട്ടില്ല. വെരിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രായത്തിൻ്റെതായിരിക്കാം കാലിൽ മാറ്റം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു കഴിയുമ്പോൾ എന്റെ കാലിന്റെ ആ ഒരു ഞരമ്പ് വെയിനെല്ലാം മാറി വേറെ കളർ സാധാ പോലെ. എപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, പിന്നീട് പ്രോഗ്രാംസിൽ നിന്നാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്നോട് പലര് വെരിക്കോസിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത്. പക്ഷെ ആ ബ്ലഡ് പ്യൂരിഫയർ തന്ന റിസൾട്ട് ഒന്നുമല്ല രണ്ടുമല്ല പലതരത്തിലായിരുന്നു. എനിക്ക് ഉമർ സാർ കുറഞ്ഞ സമയം തന്നിട്ടുള്ളൂ, എന്റെ എക്സ്പീരിയൻസ് നീണ്ടുപോകും. കാരണം അത്രമാത്രം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരും ഇതുപോലെയുള്ള 100 തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിൽ ചെല്ലുന്ന സമയത്ത് കേൾക്കുന്നവരായിരിക്കാം. അവർക്കൊക്കെ ഈ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുത്താൽ അവരുടെ രോഗങ്ങളും മാറും, നമുക്ക് വരുമാനം കിട്ടും. അവര് നമ്മളെ കാണുന്ന ദൈവത്തിന് തുല്യമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കുണ്ടായ മാറ്റം തന്നെ വളരെ വലുതായിരുന്നു. വെരിക്കോസും ഇതെല്ലാം മാറി അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ ഒന്നും ഇതെന്താണെന്ന് പഠിക്കാനൊന്നും ശ്രമിച്ചില്ല. ഒന്ന് മാറും, ഒന്നിന് ചോദിച്ച് അത് വാങ്ങിച്ച് കഴിച്ച് അതിന് വ്യത്യാസം വരുമ്പോഴാണ് അടുത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 വർഷത്തിന്റെ അടുക്ക് ഞാൻ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഇത് എവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും വന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് വന്ന ഒരാളായിരിക്കും ഞാൻ. കാരണം നമ്മൾ ഇന്ന് പറയുന്ന എന്താണ്, നീ ഒന്ന് ചേര്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു എന്ന് ഗ്രൂപ്പിലുള്ളവരെയൊക്കെ നമ്മൾ അറിയിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഞാനിങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഒരു 9, 10, 11 മാസത്തോളം ആകുമ്പോൾ എന്റെ കൂട്ടുകാരികൾ ചോദിച്ചപ്പോൾ സോപ്പ്, ക്രീം ഇതൊക്കെ പിന്നീട് വാങ്ങിച്ചു തുടങ്ങി. എന്റെ ഹസ്ബൻഡിന് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നിൽക്കുന്ന സ്ഥാപനത്തിന്റെ തൊട്ടപ്പുറത്ത് കുറച്ചു ദൂരം ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെ പേര് സ്നേഹ എന്നാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ, അതായത് കോഴി വെട്ടുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ആ ഇട്ട ഡ്രസ്സിൽ കോഴി വെട്ടി ആ ഡ്രസ്സിലുണ്ട് വിയർത്ത് കുളിച്ച് ബ്ലഡ് ഒമിറ്റ് ചെയ്ത് കിടക്കുന്ന എന്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ ഓടി ചെന്നിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓടി ചെന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറയുകയാണ് ഇയർ ബാലൻസിന്റെ ആണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്, എനിക്ക് എന്താന്ന് പോലും അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു നല്ലൊരു ENT കൊണ്ട് കാണിക്കുക. അദ്ദേഹം ആ സമയത്തേക്കുള്ള താൽക്കാലിക മരുന്നൊക്കെ കൊടുത്തു. ENT കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ENT കൊണ്ട് കാണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു രോഗമല്ല, ഇതിന് വെയിറ്റ് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കുറെ കണ്ടീഷൻസ്, ഉറക്കം നന്നാവണം, TV നോക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കുടുംബനാഥന് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളാണ്. എന്താണേലും അന്ന് മുതലുള്ള പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നടന്നുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു, എവിടുന്നും മാറിയില്ല. അപ്പം മൈസൂർ കൊണ്ട് കാണിക്കണം, 13 ദിവസം ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം ലീവ് എടുത്ത് അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലിരുത്തുകയും ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് അനുജനെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ കട തുറക്കുക. കാരണം ഞങ്ങളുടെ കട തുറന്നിട്ടില്ലെങ്കിൽ ജീവിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ അനുജനെയും കൂട്ടിയിട്ട് കട തുറക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു, എടി ഇതിനകത്തൊരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുക്കണം എന്ന്. അപ്പൊ ആ ഹെൽത്ത് ഡ്രിങ്കിന്റെ വില അന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. 3000 രൂപയാണ് ആ ഹെൽത്ത് ഡ്രിങ്കിന്റെ വില എന്ന് പറയുന്നത്. ആഴ്ചയിൽ 3, 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറം പോയാൽ ഹോസ്പിറ്റലാണ്. അവിടെ വരെ എത്തുമ്പോഴേക്കും ഒരു 8, 10 പ്രാവശ്യം ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷെ ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ പോകുന്നുണ്ടാവും. അങ്ങനെ ഓരോ ട്രിപ്പ് കൊണ്ടുപോകുമ്പോഴും 800, 1000 രൂപയ്ക്ക് മേലിൽ കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരിക. ആ സിറ്റുവേഷനിൽ എന്റെ ചേച്ചി എന്റെ അടുത്ത് പറയാം 3000 രൂപ കൊടുത്തിട്ട് ഒരു ഹെൽത്ത് ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുക്കാൻ. നമുക്ക് പണമില്ല, വളരെ സാധാരണക്കാരിയാണ്, അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ രോഗം കൂടിക്കൂടി വരികയും ഞങ്ങളുടെ വീടിന്റെ സിറ്റുവേഷൻ മാറുകയും ചെയ്തപ്പോ എന്റെ ചേച്ചി വെറുതെ കൊടുത്തു വിട്ടു. ഇത് നീ അവന് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കൊടുത്തു വിട്ടു. അപ്പൊ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല, വലിയൊരു ബോക്സ് ആണ്. അത് പൊട്ടിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കുഞ്ഞു സാക്ഷിയാണ്. ഇന്ന് രാവിലെ ഉമർ സാർ എന്നെ രാവിലെ വിളിക്കുകയാണ്, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിയുമ്പോൾ എന്നെ കാണാത്തത് കൊണ്ട് എന്ന് പറയുന്ന പോലെ എന്റെ ചേച്ചി എന്നെ അന്നും വിളിച്ച്
രാവിലെ വിളിച്ചേൽപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഇന്ന മാതിരി കലക്കിയിട്ട് ഇന്ന മാതിരി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച ചായ കൊണ്ട് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് പറയും ഇതിന് തണുപ്പാണ്, തണുത്തു പോയി എന്ന് പറയും. തിളച്ച ചായ കൊണ്ട് കൊടുത്താലും പറയും തണുത്തു പോയി. അങ്ങനെ ചൂടിൽ കുടിക്കുന്ന ഒരാള് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. അത് ഒരു പക്ഷെ കുടിച്ചിട്ടുള്ളവർക്ക് ഇവിടെ അറിയാൻ പറ്റും. ജ്യൂസാണ്. ജ്യൂസിന് എന്താണേലും രാവിലെ തിളച്ച ചൂടായിരിക്കില്ലല്ലോ. ഇത് കൊണ്ട് കൊടുക്കുമ്പോ ഇദ്ദേഹം ഏകദേശം കട്ടൻ ചായ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ എടുത്ത് കുടിച്ച്, അപ്പൊ കുടിക്കുമ്പോ എന്റെ അടുത്ത് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു. ഇതിങ്ങനെ കുടിക്കുമ്പോ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കേണ്ടത് സിപ്പ് സിപ്പായിട്ടാണ്. പക്ഷെ ഇദ്ദേഹം ഇതിങ്ങനെ ഒരൊറ്റ കുടിക്ക് വലിച്ചു കുടിക്കും എന്നോടുള്ള ദേഷ്യത്തിന്. എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ അങ്ങ് കൊണ്ടുവയ്ക്കും. അപ്പൊ ഞാൻ കൊണ്ടുവച്ചിട്ട് അടുക്കളയിൽ പോയി നിൽക്കും. ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞോട്ടെ, ഞാൻ കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവച്ചു. പക്ഷെ 30 ദിവസം ഞാൻ കഴിപ്പിച്ചു. 30 ദിവസം കഴിയുമ്പം ഇദ്ദേഹം 3 ദിവസം മാത്രമാണ് ഇദ്ദേഹം കടയിൽ വരാതിരുന്നുള്ളൂ. ഞാൻ കടയടച്ച് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് കട തുറക്കുമ്പോൾ 4ാമത്തെ ദിവസം രാവിലെ ആകുമ്പോൾ അവിടെ വന്നിരിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇരിക്കാൻ വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നു. 5ാമത്തെ ദിവസം വന്നിരുന്നു. 6ാമത്തെ ദിവസം ആകുമ്പോൾ എന്നോട് പറഞ്ഞു നീ ഓഫീസിൽ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് പോയി. കാരണം കൊടുക്കുന്നത് എനിക്ക് വിശ്വാസമുള്ള അമേസിംഗ് റിസൾട്ട് ഉള്ള 9E5 ആയതുകൊണ്ട്. പക്ഷെ 30 ദിവസത്തെ സാക്ഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു 3000 രൂപ കഴിഞ്ഞപ്പോ നമുക്ക് സമാധാനമായില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാനും പറഞ്ഞു 30 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നോ, നിങ്ങളുടെ ദേഹത്തല്ല ഈ മരുന്ന് മുഴുവൻ കയറുന്നത്, എന്റെ ദേഹത്തല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനും അവിടെ പിടിച്ചു നിന്നു. പക്ഷെ ദൈവം സഹായിച്ച് 2 വർഷത്തേക്ക് പിന്നീട് അദ്ദേഹത്തിന് ആ രോഗമേ വന്നില്ല. ഈ ഒരു ഒറ്റ 9E5 എന്ന് പറയുന്ന ബോക്സ് കൊടുത്ത് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും എന്റെ ജീവിതം തിരിച്ചു തന്ന പ്രോഡക്റ്റ് ആണ് 9E5 എന്നുള്ളത്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. എന്തിനു ചോദിച്ചാലും അതിനൊക്കെയുള്ള മരുന്ന്, അന്ന് ഞാൻ മരുന്ന് എന്നായിരുന്നു വിശേഷിപ്പിച്ചു. ചേച്ചിന്റെ കയ്യിലുണ്ട് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉള്ള പ്രോഡക്റ്റുകൾ. പക്ഷെ ഞാനിത് കഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പലതും ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മുഖത്ത് മാറ്റം, ശരീരത്തിന് ഇച്ചിരി തടി വെക്കാനൊക്കെ തുടങ്ങി. മൈഗ്രെയിൻ ഇല്ലാത്തൊരു വ്യക്തി നല്ല രൂപത്തിൽ ആരോഗ്യമുള്ള ഒരാളായി മാറി. ഇപ്പൊ എന്റെ കൂടെയുള്ളവർ ചോദിക്കാൻ തുടങ്ങി സിന്ധുവിന് ഭയങ്കര മാറ്റം എന്താണെന്ന്. ആരോടും ഈ മാറ്റം പറഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, എന്റെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് എത്തുന്നത് ഒരുപക്ഷെ കോയമ്പത്തൂരിൽ നിന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് കോട്ടയത്ത് മാത്രം കിട്ടുന്ന സ്പെഷ്യൽ സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചോദിച്ച ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്ന മുഖത്തിന്റെ മാറ്റം എന്താ. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ചോദിച്ചപ്പം അവള് പറഞ്ഞു ചേച്ചി എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവളെടുത്ത് പറഞ്ഞു എന്നെ അടി ഒരു സോപ്പും ക്രീം. അപ്പൊ ഞാൻ എന്റെ ചേച്ചിയെടുത്ത് ചോദിച്ചു അടി എന്നോടല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആണോ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഓർഡർ പിടിച്ചോ, നിനക്ക് സാധനം എത്തിച്ചു തരാമെന്ന്. ആഹാ, അപ്പൊ ഇത് കൊള്ളാലോ, ഇത് റൂട്ട് മാറിയല്ലോ, ഇതെന്തോ സംഭവമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ഒരു സോപ്പും ക്രീമും എന്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുത്തു. അതിനോട് ചോദിച്ചവൊക്കെ, കാരണം മുഖത്തിന്റെ മാറ്റമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കഴിച്ചിട്ടാണ് അന്നും എനിക്കറിയില്ലല്ലോ, പറയാനറിയില്ല, ഇന്നറിയാം അന്നറിയില്ല. പക്ഷെ ആ സോപ്പും ക്രീമും ഞാൻ അവൾക്ക് കൊടുക്കുമ്പോൾ അവള് 3ാമത്തെ ദിവസം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി സൂപ്പറാണ് സോപ്പും ക്രീമും, അമ്മയും അനിയത്തിയും നാത്തൂനും ഒക്കെ എടുത്ത് തേക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവർക്കൊക്കെ വേണേ കാശ് കൊടുത്ത് വാങ്ങിച്ചോട്ടെ, 7 സെറ്റ് സാധനം വേണമെന്ന്. 7 സോപ്പും 7 ക്രീമും. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചോദിച്ചു ഫേസ് വാഷ് ഉണ്ടോ, ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പൊ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഉണ്ട്. അപ്പൊ 7 സെറ്റ് സാധനം, 7 സോപ്പും 7 ക്രീമും 7 ഫേസ് വാഷും വേണമെന്ന്. ഞാൻ തലയെ കൈവച്ചു, ഭഗവാനെ ഇതിനുള്ള പണം ഇതെവിടുന്ന വാങ്ങിച്ചു കൊടുക്കുക, നമ്മുടെ അടുത്ത് 10 രൂപ ഇല്ലല്ലോ. ആകെ ഞാൻ എനിക്ക് എന്തൊക്കെയോ ഉപയോഗിക്കാൻ വാങ്ങിക്കുന്നത്, എവിടുന്ന് ഇത്രയും വിലയുള്ള, അന്ന് 325 രൂപ ക്രീമിന്. അപ്പൊ ഞാൻ ഇത്രയും വിലയുള്ള ക്രീമൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ ഇവര് എന്റെ അടുത്ത് എവിടുന്ന പൈസ, ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു ഇതിന് ഇത്ര വിലയുണ്ട്, ആ പൈസ നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ആ സാധനം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അവളൊന്നും നോക്കിയില്ല, ആ പൈസ എനിക്ക് ഇട്ട് തന്നു. 3 എണ്ണത്തിന്റെ 7 സെറ്റ് സാധനത്തിന്റെ MRP വില എനിക്ക് ഇട്ട് തന്നു. അത് ഞാൻ എന്റെ ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. 13ാമത്തെ ദിവസമാണ് എനിക്ക് ഈ സാധനം, കാരണം കോയമ്പത്തൂർ എവിടെയോ പോയിട്ടാണ് എന്റെ അപ്ലൈൻ്റെ ഈ സാധനം കൊണ്ടിരുന്നത്. എനിക്കറിയില്ലല്ലോ, എന്റെ ചേച്ചി ഓൾറെഡി കോട്ടയത്താണ്. അങ്ങനെ ഈ സാധനം കൊണ്ടുവന്ന് 13ാമത്തെ ദിവസം. അപ്പൊ ഞാൻ ഇവളോട് ഒരു വാക്ക് ചോദിച്ചു, 7 എണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അല്ലപ്പ ഈ ഇത്രയും ഓർഡർ പിടിക്കുമ്പോ ഇതിന് കമ്മീഷൻ ഇല്ലേ? അപ്പൊ ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, നീ നിന്റെ പേരും അഡ്രസ്സും തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പേരും അഡ്രസ്സും അവൾക്ക് അറിയാത്തതായിട്ടൊന്നും ഇല്ലല്ലോ, അറിയേണ്ട എന്തോ അവൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു, അത്ര മാത്രം ചെയ്തു. പക്ഷെ ഈ 13ാമത്തെ ദിവസം സാധനം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടി. കാരണം എന്റെ കൂട്ടുകാരിക്ക് എനിക്ക് ഓർഡറുള്ള സാധനം മാത്രമാണ് ഞാൻ എടുക്കുന്നത്, വേറൊരു സാധനം ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ ബാക്കി കുറച്ച് സോപ്പും ക്രീമും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അന്ന് വൈകുന്നേരം രാത്രിക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായി, സാധനം കൊടുത്തോ, എല്ലാവർക്കും കൊടുത്തോ? ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു പേപ്പറും പെന്നും എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ DP എത്രയാണ്, MRP എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണെന്ന് എന്നെ എഴുതിപ്പിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പ്രൊഡക്റ്റുകൾ കാണുന്നത്. എന്താണെങ്കിലും ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ, പക്ഷെ ഇതിന്റെ യഥാർത്ഥ വില അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്ന്
ഒരു പേസ്റ്റിന് 120 രൂപ. ഒരുപക്ഷെ ഇന്ന് അത് 143 ആയിട്ടുണ്ട്. അന്ന് 120 രൂപയുള്ളൂ. 75 രൂപ അന്ന് പ്രോഫിറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവള് കൊള്ളാലോ, 5 രൂപ പോലും ലാഭം തരാതെ എന്നോട് പലിശ മേടിക്കുന്ന പോലെ 75 രൂപയും മേടിച്ചു. ഒരു 5 രൂപ കുറച്ച് തരണ്ടേ. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോപ്പിന് അന്ന് ഉപയോഗിക്കുമ്പോൾ 65 രൂപയാണുള്ളത്. ഇങ്ങനെ ഈ പ്രോഫിറ്റിന്റെ എല്ലാം കൂടെ കോളം കൂട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 1500 രൂപ ഒരു ദിവസത്തെ എന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അത്ഭുതം തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ആ പൈസയായിട്ടല്ല തരുന്നത്. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞു, നീ എന്നോട് കമ്മീഷൻ ചോദിച്ചില്ല, ആ കമ്മീഷനാണ് നിനക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനം എന്ന് പറഞ്ഞു. അത്ഭുതമായിരുന്നു 1500 രൂപയ്ക്ക്. അപ്പൊ അതെന്റെ ഒരു ഫസ്റ്റ് അനുഭവം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചു വാങ്ങിയ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഐഡിയിലാണ് ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളൊരു വെറൈറ്റി ആയിട്ടായിരിക്കും ഞാൻ വന്നത്, ഒരു വെറൈറ്റി ആയിട്ടാണ് എന്ന് പറഞ്ഞത്. ഒരു പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ അതൊരു ഫസ്റ്റ് തുടക്കമായിരുന്നു. ഞാൻ എന്റെ ഓഫീസിലേക്ക് പോയി എന്റെ കൂട്ടുകാരിക്ക് ഈ പ്രൊഡക്റ്റും കൊടുത്തു. ഞാൻ ഒരാൾക്ക് കൊടുത്തു, അവൾ 7 പേർക്ക് കൊണ്ട് കൊടുത്തു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ എന്റെ ചേച്ചിയോട് ചോദിച്ച പോലെ അവരെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. അവൾ അതിന്റെ കൂടെ ചേച്ചി എന്റെ നമ്പറും കൂടെ കൊടുത്തു. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിന്ധു ചേച്ചിയെ വിളിച്ചോ, എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് കൊടുത്തു തുടങ്ങി ആ ഒരു ബിസിനസ്. പക്ഷെ ഇവര് പിറ്റേ ദിവസം അല്ലെ 3-ാമത്തെ ദിവസം മുതൽ ആദ്യം തന്നെ എന്നോട് ചോദിക്കുന്നത് വെരിക്കോസിന് എന്താ, അൾസറിന് എന്താ, യൂറിക് ആസിഡിന് എന്താ. കാരണം എനിക്ക് കുറെ ഇങ്ങനെയൊക്കെ രോഗങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നറിയാം, എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ പലരുടെയും ഫോൺ എടുത്തില്ല, കാരണം ഇതൊന്നും റെക്കമെൻഡ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ഡോക്ടറല്ല. എന്തെങ്കിലും കഴിച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ആകും, ഭയങ്കര പേടി. അപ്പൊ ചേച്ചിയോട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എനിക്ക് നമ്പർ തന്നു. അങ്ങനെ അവരുമായിട്ട് കണക്ട് ചെയ്യും. അവളെന്റെ അടുത്ത് പറയും, ഇവരോട് ഇത്ര പൈസ മേടിച്ചോ, പൈസ മേടിച്ച് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. ഇതൊക്കെ MRPക്ക് അന്ന് വാങ്ങിക്കുക. തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കുറിപ്പ് പോലെ അല്ലെ ഒരു കുഞ്ഞു കഷ്ണത്തിൽ എഴുതിയിട്ടുണ്ടാവും, ഇന്നവരുടെ പേരും എഴുതും, അവർക്ക് ഇന്ന പ്രൊഡക്റ്റ് കൊടുക്കും. വായിക്കാൻ അറിയാലോ, കഫ്നിലാണ് കഫ്നിൽ, ഡെയിലി ഡിറ്റോസ് ആണ് ഡെയിലി ഡിറ്റോസ്, അങ്ങനെ വായിക്കാൻ അറിയാം. അങ്ങനെ എഴുതി തന്നിട്ടുണ്ടാവും, ഇന്നയാൾക്ക് ഇന്നത്. അത് പൊതിഞ്ഞ് ഒരു പൊതിയാക്കി ഇവിടുന്ന് കൊണ്ടുപോകും. കാരണം എന്റെ ഹസ്ബൻഡ് അറിയാൻ പാടില്ല, ബോസ് അറിയാൻ പാടില്ല, ഇവരാരും അറിയാതെ വേണം ഈ കള്ളത്തരം കാണിക്കാൻ. നമ്മളെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഞാൻ ഉപയോഗിച്ച് നല്ലതായതുകൊണ്ട് ചോദിച്ചവർക്ക് റെക്കമെൻഡ് ചെയ്തു. കാരണം ഒരു ഛേദമില്ലാത്തൊരു ഉപകാരം പോലെ. അവരും ഡോക്ടറെ കാണാഞ്ഞിട്ടോ ടെസ്റ്റുകൾ ചെയ്യാഞ്ഞിട്ടോ അല്ലല്ലോ ഞാനും ചെയ്തതുപോലെ. അപ്പൊ അവർക്കൊരു അനുഗ്രഹം ആകുകയാണെങ്കിൽ അവരുടെ രോഗങ്ങൾ മാറട്ടെ എന്ന് വിചാരിച്ചു തുടങ്ങി. എന്തായാലും ദൈവം സഹായിച്ച് അന്ന് മുതൽ എന്നൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ, പ്രോഡക്റ്റ് നന്നായിട്ട് റീറ്റെയിൽ ചെയ്തു. റീറ്റെയിൽ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഓഫീസിലാണെങ്കിൽ രാവിലെ 10 മണി മുതൽ 5:30 മണി വരെ ജോലി ചെയ്താൽ 450-500 രൂപ കിട്ടുന്നിടത്ത് ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 10 മിനിറ്റ് പോലും എടുത്തില്ല. ആ സമയം കൊണ്ട് 1500 രൂപ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയായി. അപ്പൊ നമ്മൾ എല്ലാവരും കുടുംബം പോറ്റാൻ വേണ്ടി പോകുന്നതാണ്, അല്ലാണ്ട് ആ ബോസിനെ നന്നാക്കാൻ പോകുന്നതല്ല ഞാൻ ഒരിക്കലും. എന്റെ ഹസ്ബൻഡിന് 10 രൂപ കൊടുത്ത് സഹായിക്കാൻ പറ്റിയാൽ അതാവട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചെടുത്തുന്ന എന്നൊക്കെ പ്രോഡക്റ്റ് കൊടുക്കുന്നു അന്നൊക്കെ എന്റെ കയ്യിൽ വരുമാനം. അപ്പൊ എനിക്ക് തോന്നി ഇത് കുഴപ്പമില്ല, 500 രൂപ ഉണ്ടാക്കാൻ ഈ നമ്മുടെ കയ്യിൽ കിട്ടിയ അവസരം. ഈ പ്രോഡക്റ്റ് ഇന്നതാണ്, വുമൺ കമ്പാനിയൻ, ഇത് കഴിച്ചാൽ ഇന്ന റിസൾട്ട് ഉണ്ട്, ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചാൽ ഇന്ന റിസൾട്ട് ഉണ്ട് എന്ന് ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾക്കന്ന് വരുമാനം ഉണ്ടാവും. അപ്പൊ ഒരു 500 രൂപ ഉണ്ടാക്കാൻ ഒരു മടിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 500-ഉം 800-ഉം 2000-ഉം 1000-1200 ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം 3800 രൂപ വരെ റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അത് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ എനിക്ക് തോന്നി ഒരു ദിവസം ഒരു 500 രൂപ ഉണ്ടാക്കാനോ 1000 രൂപ ഉണ്ടാക്കാനോ ബുദ്ധിമുട്ടില്ല. ഞാൻ എനിക്ക് തന്നെ ടാർഗറ്റ് വെച്ചു, ഒരു ദിവസം 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കയറുള്ളൂ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ട്. 30 ദിവസം 1000 രൂപ വെച്ച് ഉണ്ടാക്കിയാൽ 30,000 രൂപ ഉണ്ടാക്കാം. എന്റെ പ്രായവും വിദ്യാഭ്യാസവും വെച്ച് ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും എനിക്ക് 30,000 ഉണ്ടാക്കാൻ പറ്റില്ല. റീറ്റെയിൽ ചെയ്താൽ പോലും വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ എന്റെ ചേച്ചി എന്നെ വിളിച്ച് പ്രോഗ്രാമിൽ കയറ്റി. പ്രോഗ്രാമിൽ കയറുമ്പോൾ ഒന്നും മനസ്സിലായില്ല. ഹസ്ബൻഡ് ഇവിടുന്ന് കട്ട നെഗറ്റീവ് ആയിരുന്നു, അദ്ദേഹം ഒരു തരത്തിലും വിടില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, അദ്ദേഹത്തിനെ പ്രോഗ്രാമിൽ കൊണ്ടുവന്നു. ഏകദേശം ഒരു 1.5 വർഷത്തോളം കൊണ്ടുപോയിട്ടില്ല. ഈ ചോദിച്ചവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. കാരണം അദ്ദേഹം ഒരു ദിവസം എനിക്ക് 10,000 രൂപേന്റെ ഓർഡർ വന്നു. അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് 10,000 ഇല്ല. എന്റെ അയൽക്കൂട്ടത്തിൽ പോയി വേറൊരു ചേച്ചിയുടെ, എനിക്ക് ഓൾറെഡി 1-2 ലോണുകളുണ്ട്, വേറൊരു ചേച്ചിയുടെ പേരിൽ പോയിട്ട് എനിക്കൊരു 10,000 അർജന്റ് ആണെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് മേടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം അറിയാതെ, കാരണം ഇത് വിറ്റാ പ്രോഫിറ്റ് ഉണ്ട്, കൊടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞ് അദ്ദേഹം അറിയാണ്ട് 10,000 രൂപ കടം എടുത്തുകൊണ്ടെന്ന് എനിക്ക് ഓർഡർ ഉള്ള സാധനം എടുത്ത് തുടങ്ങിയ ബിസിനസ്സാണ് സുഹൃത്തുക്കളെ. ഇന്ന് വലിയൊരു ടീമിന്റെ ഉടമയായിട്ട് ഇന്ന് മാറാൻ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു 10,000 ഇൻവെസ്റ്റ്മെന്റ് എന്റെ ഹസ്ബൻഡ് അറിയാതെ തുടങ്ങി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്നും ഒരുപക്ഷെ സമയക്കുറവാണ്, അല്ലെ എന്റെ വീഡിയോ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രോഡക്റ്റുകൾ ഇന്നും ഇവിടെ സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കാണിക്കാൻ പറ്റും. ഒരിക്കലും അത് റീപർച്ചേസ് ചെയ്ത് വിത്ത് കുത്തി കഞ്ഞി കുടിക്കാന്ന് കാരണന്മാർ പറയുന്ന പോലെ ചെയ്തില്ല. റീപർച്ചേസ് ചെയ്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഒന്നിച്ച് വന്നപ്പോൾ മേശപ്പുറത്തിരുന്നു. കടയടച്ചിട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഇതെന്താ സംഭവം. അദ്ദേഹത്തിന് അറിയില്ല ഇത് മൊത്തം സിന്ധു ഉപയോഗിക്കില്ല, കഴിച്ചു തീർക്കില്ല, ഇതാർക്കോ കൊടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്റെ ചേച്ചി തന്നോട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു
ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സിന്ധു നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, മക്കൾക്ക് അമ്മ ഇല്ലെങ്കിലും വേണ്ടില്ല. കാരണം ഇത് വേറെന്തോ മണി ചെയിനോ തട്ടിപ്പൊക്കെ പുള്ളിക്കറിയാം, എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ വന്നാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ വന്നാൽ എന്റെ ചേട്ടായിമാരും ചേച്ചിയും ഒക്കെ ഇതിനകത്തുണ്ട്, പിന്നെ ഞാനും ഉണ്ട്, നിങ്ങളെ പിടിക്കില്ല എന്ന് പറഞ്ഞു. സിംഗേരി കുളിക്കാൻ പോയ സമയത്ത് ചേച്ചിയെ ഫോൺ വിളിച്ചു, ഇതെന്താ ഇത് എത്രയും ചുമന്ന സാധനം എല്ലാം കൂടെ ഒന്നിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്, ഇത് എന്താ കഥ, ഒന്നും അറിയില്ല. എനിക്ക് ആകെ തന്നെ എനിക്ക് തന്നെ ടെൻഷനായി. അപ്പൊ അവള് പറഞ്ഞു, ടെൻഷൻ ആവണ്ട, കഴിച്ചു കഴിഞ്ഞിട്ട് വിളിക്ക്, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം ഈ എതിർത്തത് കൊണ്ട് അപ്പം എടുത്ത് കട്ടിലിന്റെ അടിയിൽ തള്ളിയ പ്രോഡക്റ്റ് ആണ്. പിന്നെ ഒരുപാട് റീറ്റെയിൽ ചെയ്ത് 30,000 33,000 എല്ലാ മാസവും റീറ്റെയിൽ പ്രോഫിറ്റ് വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴൊന്നും പല കാര്യങ്ങൾ, അതായത് ഒന്നിച്ച് അദ്ദേഹത്തോട് പറയില്ലല്ലോ, ആ അടവടയ്ക്കാനുണ്ട്, ഈ അടവടയ്ക്കാനുണ്ട്, ചിട്ടി അടയ്ക്കാനുണ്ട്, ഫീസ് അടയ്ക്കാനുണ്ടെന്ന് പറയുമ്പോൾ 6,500 7,000 5,000 2,000 അതെന്റെ അടുത്തുണ്ട്, അതെന്റെ അടുത്തുണ്ട്, ആ പ്രൊഡക്റ്റ് വിറ്റതുണ്ട്, ഈ പ്രൊഡക്റ്റ് വിറ്റിട്ട് പറഞ്ഞ് പൈസ എടുത്ത് സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിനെ കാണാതെ കട്ടിലിന്റെ അടിയിൽ വെച്ച് തുടങ്ങിയ ബിസിനസ് ഓഫീസിൽ ചെന്ന ഓഫീസിലെ ബോസ് കാണാതെയാണ് പാർട്ടിക്ക് എടുത്തു കൊടുക്കുക. എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തെ കൂട്ടി ഒരു പ്രോഗ്രാമിൽ പോയി. ആ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സില്ല, വിറ്റാ പ്രോഫിറ്റ് കിട്ടും, ഇന്നതാണ് ഇങ്ങനെയാണെന്ന്. അന്നൊരു നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുനിൽ ലാൽ സാറ്, ഇന്ന് ITC ലീഡറാണ്, അദ്ദേഹത്തിന്റെ സ്പീച്ചാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഹസ്ബൻഡ് പറഞ്ഞു, നല്ല പരിപാടി, നീ തുടങ്ങിക്കോ, സപ്പോർട്ട് ചെയ്യാന്ന്. അതിന് മുതലാണ് കാങ്ക വെച്ചിട്ട് ബിസിനസ് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ തുടങ്ങിയത്. എന്താണേലും അതിനുശേഷം അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു. 2018 ജൂൺ മാസം 20-21 ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആ പ്രോഗ്രാമിൽ നിന്നുണ്ടായ തിരിച്ചറിവാണ് ഒരുപക്ഷെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്. മറ്റൊന്നല്ല, ഇന്നൊരു പക്ഷെ നിങ്ങൾ എല്ലാവരും അറിയുമായിരിക്കാം, മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ GTC ലീഡർ MS പ്രസാദ് സാർ എന്ന് പറയുന്നത് എന്റെ ആങ്ങളെയാണ്, എന്റെ അമ്മയുടെ ചേച്ചിന്റെ മോനാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഷാജി സാറ്, ID ITC ആണ് ഷാജി സാർ, എന്റെ അമ്മാവന്റെ മോനാണ്. ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്താണ് ചേട്ടായിന്റെ വീട്. അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഒരുപാട് നന്ദി അറിയിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇവരൊക്കെ ആ പ്രോഗ്രാമിൽ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ എന്റെ ചേട്ടായിമാര്, എന്റെ മുമ്പിലൂടെ ഡെയിലി പോകുന്നവര്, ഇവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്, വീട്ടിൽ മാറ്റങ്ങളുണ്ട്, പക്ഷെ ബിസിനസ് ചെയ്തിട്ടാണെന്നറിയില്ല. ആ പ്രോഗ്രാമിൽ വെച്ചായിരുന്നു തിരിച്ചറിഞ്ഞത്. അങ്ങനെ അതേപോലെ എന്റെ ചേച്ചിയും, അന്ന് ആ പ്രോഗ്രാമിൽ ഞങ്ങൾ ഇത്രയും പേര് മാത്രമാണുള്ളത്. പക്ഷെ അവിടെ അത്ഭുതം തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു വേദി, അല്ലെങ്കിൽ ഇത്രയും പേര്, ഒരുപാട് പേര് പങ്കെടുത്തവരുടെ മുമ്പിൽ ഒരു ദൈവത്തിനെ പോലെ എന്റെ ചേട്ടായിമാരും ചേച്ചിയുടെ അവരുടെ എല്ലാം പേരുകൾ പറയുന്നു. ആ പ്രോഗ്രാം എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കി. എന്നിരുന്നാലും ഇവരെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു, സ്വന്തം കൂടപ്പുറപ്പുകൾ എന്തായാലും ഒരു കുഴിയിൽ കൊണ്ട് ചാടിക്കില്ല. അന്ന് എന്റെ ചേട്ടായി പ്രസാദ് സാർ എന്റെ അടുത്ത് പറഞ്ഞു, സിന്ധു നീ നന്നായിട്ട്, ഉദയൻ നന്നായി കുടുംബം നോക്കുന്ന ആളാണ്, നീ ഒന്ന് മാറി ചിന്തിക്കാനും ഒന്ന് മാറി പ്രവർത്തിക്കാനും തയ്യാറായാൽ നിന്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും. അവൻ നന്നായി കുടുംബം നോക്കും. ഒരു 4-5 വർഷം നീ ഞങ്ങളോടൊപ്പം നിന്ന് ഈ അവസരം എന്താണെന്നൊന്ന് പഠിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് ആലോചിച്ചു, കാരണം ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് ഇങ്ങനെയായിരുന്നു, നിനക്ക് പണിയെടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ വീട്ടിൽ അവന് പണിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൊന്നും കിടന്നു പോയാൽ, കാലിലൊരു മുള്ളു കൊണ്ട് 2 മാസം കിടക്കേണ്ടി വന്നാൽ എന്തായിരിക്കും വീടിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞു, ഒരു സാധനം വാങ്ങിക്കാൻ പുറത്തു പോകുന്ന ശീലമില്ല, അറിയേയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തായി തീരുമെന്ന് ചിന്തിച്ചു. പക്ഷെ വീട്ടിൽ വരുമ്പോഴും എന്നെ വല്ലാണ്ട് അലട്ടിയ ഒരു ചോദ്യമായിരുന്നു. ഞാനും അങ്ങനെ ഒരുപാട് ചിന്തിച്ചു. അപ്പൊ എനിക്കും ഇൻഡിപെൻഡന്റ് ആവണം, അല്ലെങ്കിൽ സിന്ധുവിനും ജീവിക്കാൻ പഠിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അവരതിലൂടെ തന്നത്. അന്ന് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, അഥവാ ഈ 4-5 വർഷം നീ ഞങ്ങളോടൊപ്പം ശ്രമിച്ചിട്ട് നിന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹാള് വിട്ടിറങ്ങുന്നതിന് മുമ്പ് ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു, സിന്ധു ചെയ്യുകയാണെങ്കിൽ ഇനി MI ലൈഫ് സ്റ്റൈലിൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അപ്ലൈൻ ലീഡർക്ക് കൈ കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു യാത്രയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് 2018 ജൂൺ മാസം 21 തീയതി തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിച്ചത്. അന്ന് എന്റെ അപ്ലൈൻസ് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. പെർഫോമൻസ് ബോണസ് വിൻ ചെയ്യുക, അതായത് അന്ന് പെർഫോമൻസ് എന്താ, BV എന്താ ഒന്നും അറിയാതെ ആ പ്രോഗ്രാമിൽ പോയിരുന്ന ഒരു വ്യക്തി 15 ദിവസമേ ഉള്ളൂ, 15 ദിവസം കൊണ്ട് 2 ഓർഗനൈസേഷനിലും 1 ലക്ഷം ബിസിനസ് ഓൺലി മാച്ച് ചെയ്ത് കമ്പനിയുടെ ഫസ്റ്റ് പെർഫോമൻസ് ബോണസ് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ വന്ന് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കച്ചറ ഉണ്ടാക്കി. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നെ കളിയാക്കി, എന്താ സോപ്പും പേസ്റ്റും വിൽക്കലോ, കാരണം ഞാൻ 14 വർഷമായിട്ട് സോപ്പും പേസ്റ്റോ വെക്കുന്നത്, രക്ഷപ്പെട്ടിട്ടില്ല, 9 ലക്ഷം കടയേ ഉള്ളൂ. പക്ഷെ എന്നിട്ടാണ് ഇപ്പൊ നീ ഇത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിൽക്കാൻ അറിയില്ല, എനിക്കേ അറിയുള്ളൂ, എനിക്ക് പ്രോഡക്റ്റ് വേണം, എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ. ഇങ്ങനെ ഒരു കൊച്ചുകുട്ടി ഒരു സൈക്കിൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പോലെ പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച സമയത്ത് ഞാൻ ഓഫീസിൽ പോയപ്പോ എന്റെ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു,
അവൾ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 1 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്താൽ എന്താണ് ലാഭം എന്ന് ചോദിച്ചു. അപ്പം അന്ന് ചേച്ചി കൂട്ടി കാണിച്ചിട്ട് എന്തൊക്കെയോ കൂട്ടിയിട്ട് 52,000 രൂപ അന്ന് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഇദ്ദേഹം കച്ചവടക്കാരനായതുകൊണ്ട് കടയടച്ചിട്ട് മൈസൂർ പോണം അന്ന് പ്രൊഡക്റ്റ് കിട്ടാൻ. ഇവിടെ ഞങ്ങളുടെ വയനാട്ടിലൊന്നുമില്ല. കടയടച്ച് മൈസൂർ പോയി ചേച്ചി പറഞ്ഞു കൊടുത്ത ഐഡിയാസ് വെച്ചിട്ട് അദ്ദേഹം പോയിട്ട് പ്രൊഡക്റ്റ് എടുത്തു. ഈ 1 ലക്ഷം രൂപേന്റെ പ്രൊഡക്റ്റ് ആണ് എനിക്ക് ആദ്യമായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ട് തരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ഞെട്ടി, ഈശ്വര ഇത് മുഴുവൻ ഞാൻ വിറ്റ് തീർക്കണം, ഇത് ഒത്തിരി ഉണ്ടല്ലോ, ഇത് എന്താക്കും, ആകെ ടെൻഷനായി. അപ്പൊ ഞാൻ ചേച്ചീനെ വിളിച്ചു. അപ്പൊ അവൾ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്താണേലും 2018 ജൂൺ മാസത്തിൽ തീരുമാനമെടുത്തെങ്കിൽ 2018 ഒക്ടോബറിൽ എന്റെ ജോലി വേണ്ടാന്ന് വിചാരിച്ച് അത് ഒഴിവാക്കിക്കൊണ്ട് എന്റെ ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ബിസിനസിനെ അന്ന് മുതൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. കാരണം ആദ്യം ചെയ്യുകയാണെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ എന്ന് തീരുമാനിച്ചു. ഓഫീസിലെ ജോലി വിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം മൈൻഡും ടൈമും ഫ്രീ ആയി. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ അവസരം ദൈവമായിട്ട് കൊണ്ടു തന്നു. നമ്മളത് വേണ്ടതുപോലെ വിനിയോഗിക്കണമെന്ന് എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാംസിന്റെ പോസ്റ്റ് കണ്ട് അവിടെ ഞാൻ പോകും. അത് സിന്ധുവിനുള്ളതാണ്, സിന്ധുവിന് പഠിക്കാനുള്ളതാണ്, അല്ലാതെ എന്റെ അപ്ലയൻസിനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രോഗ്രാമിൽ പോകും. അന്നും ഇന്നും പ്രോഗ്രാമിൽ പോകും. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഉമ്മർ സാറിനെ പോലും പരിചയപ്പെടാൻ പറ്റിയത്. GTS എന്ന് പറഞ്ഞ ജീവവായു പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അത്രയും പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇന്നും പ്രോഗ്രാമാണ്. TCABO ലീഡേഴ്സ് മീറ്റിംഗ് ആണ് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാല്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസുകൾക്ക് പോകാൻ തുടങ്ങി, ഫീൽഡ് വർക്ക് എടുക്കാൻ തുടങ്ങി. അന്ന് ആരും ഇല്ല, അപ്ലൈൻ ലീഡർ കോട്ടയത്താണ്. ഞാൻ തന്നെ എന്റെ അനുഭവങ്ങൾ പറയുന്നു, വിറ്റപ്പ് കിട്ടിയ പ്രോഫിറ്റ് പറയുന്നു, കാണിച്ചു കൊടുക്കാൻ അക്കൗണ്ടിൽ വന്ന വരുമാനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ഓടിക്കൊണ്ടിരുന്നു. അപ്പൊ അന്ന് അവിടുന്ന് തീരുമാനം എടുത്തു വന്ന് 14ാമത്തെ ദിവസം എന്റെ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു പെർഫോമൻസ് ബോണസ് വിജയായിരിക്കുക എന്ന് പറഞ്ഞു. ഞാനും എന്റെ സ്വന്തം ആങ്ങളെയും ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ആ പ്രോഗ്രാമിൽ രണ്ടുപേരും പെർഫോമൻസ് വിൻ ചെയ്തു. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചു, ഇതുകൊണ്ട് എന്താ ഗുണം? 12,000 രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, ആ സമയത്തിന്റെ ഉള്ളിൽ ചെയ്താൽ ഒരു 5,000ന്റെ മേലുള്ള എമൗണ്ട് എക്സ്ട്രാ കിട്ടും. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ 17,000 രൂപ, ഒരു മാസം 30 ദിവസം ഇവിടെ പണിയെടുത്ത 13,000 രൂപ കിട്ടുന്നിടത്ത് 15 ദിവസം കൊണ്ട് 17,000 കിട്ടുമെങ്കിൽ അതൊന്ന് ശ്രമിക്കാം, പഠിക്കാം എന്ന് വിചാരിച്ചു പഠിച്ചു. 17,000 രൂപ കിട്ടി. അങ്ങനെ 17,000 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് കട്ടപ്പെട്ടി പോലത്തെ ഒരു മൊബൈൽ ഫോണും കൊണ്ടാണ് ആ പ്രോഗ്രാമിൽ പോയിരുന്നത്. പക്ഷെ അങ്ങനെ കിട്ടിയാൽ അതിൽ നിന്ന് 10,000 രൂപ എടുത്തൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കും. അവിടെ എഴുതി കൊടുത്തു. 2 കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്താണേലും പെർഫോമൻസ് വിൻ ചെയ്ത് ഇത് കൊള്ളാം, ഇത് സിന്ധുവിന് പറ്റും. കാരണം ഈ പ്ലാനും ഈ പ്രോഗ്രാമും ഒക്കെ കേട്ട സമയത്ത് ഞാനൊരു ലേഡിയാണ്, അമ്മയാണ്, ഭാര്യയാണ്, മോളാണ്, മരുമോളാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത് എനിക്ക് കഴിയുമോ, ഒരു ലേഡിയായി എനിക്ക് സാധിക്കുമോ എന്നുള്ളത് എന്റെ ഭയങ്കരമായ തേങ്ങലായിരുന്നു. അപ്പൊ ഈ വിൻ ചെയ്തപ്പോ ഇത് എനിക്ക് കഴിയും, എന്നെ കൊണ്ട് സാധിക്കും എന്ന തോന്നൽ വന്നു. അങ്ങനെ 10,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് എന്റെ മൊബൈൽ വരും, വാങ്ങിച്ചു വെക്കണം. ആ സന്തോഷമൊക്കെ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. കാരണം നമുക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ കണ്ടു വിശ്വസിക്കുന്നതും കേട്ടു വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ സത്യമാഷ് എപ്പോഴും പഠിപ്പിക്കാറുണ്ട്, സീയിങ് ഈസ് എ ബിലീഫ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാണുക, ഒരാളെ പോയിട്ട് കാണിക്കുക, എനിക്ക് 17,000 കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇന്നതാണ് ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കണം, എന്റെ അപ്ലയൻസ് ഇന്നതാണ് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. അതൊരു പൊന്നുപോലെ കൊണ്ടു നടന്നു. ഇപ്പൊ ഒരു കുറച്ച് നാളായിട്ടുള്ള കയ്യിൽ നിന്ന്. ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോണൊക്കെ വലിയ വലിയ വിലേണ്ടതാണ്. അന്ന് 10,000 എന്ന് പറയുമ്പോൾ ഇന്ന് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ എനിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചു. അവിടുന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. 2,10,000 ആണ് ഏറ്റവും വെറുപ്പിച്ചിരുന്ന ഒരു പരിപാടി. അപ്പൊ ഞാൻ ഓഫീസ് വിടുമ്പം 2:10 പോയിട്ട് ആ 10,000 പോലും എനിക്ക് വേണ്ട. ആഴ്ചയിൽ ഒരു 5,000 കിട്ടിയാൽ എനിക്കും എന്റെ ഹസ്ബൻഡിനും സുഖമായിട്ട് ജീവിക്കാം. കാരണം 4 ആഴ്ച 20,000 കിട്ടും, ഞങ്ങൾക്ക് ജീവിക്കാൻ അത് മതി, അത് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിറങ്ങി ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങിച്ചു. അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇത് എങ്ങനെയാണ് വാങ്ങിച്ചത്, ഇത് എങ്ങനെ കിട്ടി, നമ്മളെല്ലാവരും ഒന്നിച്ച് തുടങ്ങിയതല്ലേ, എങ്ങനെയാണ് ഇത് കിട്ടിയത്, എന്താണെന്ന് ചോദിച്ചിട്ടു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം ഞാനും ആഗ്രഹിച്ചു തുടങ്ങി, ഇത് എനിക്കും കിട്ടുമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. പക്ഷെ എന്റെ ഒരു സുഹൃത്ത്, ഒരു ഇന്റിമേറ്റ് സുഹൃത്ത് എന്നെ കളിയാക്കി, സിന്ധു നിനക്കൊന്നും ഒരിക്കലും, എന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അറിയാം, നിനക്കൊന്നും ഒരിക്കലും 2:10 കിട്ടത്തില്ല. അവിടെ അവർക്ക് കിട്ടി, ഇവിടെ ഇവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അവരൊക്കെ ജെൻസ് ആണ്. അപ്പൊ ഞാൻ എന്റെ ചേച്ചിക്ക് കിട്ടി 2:10 എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അത് ആങ്ങളമാരൊക്കെ കൂടി സപ്പോർട്ട് ചെയ്ത. കാരണം ഇതിനകത്ത് ഞങ്ങൾ കുടുംബക്കാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ആങ്ങളമാരൊക്കെ കൂടി സപ്പോർട്ട് ചെയ്താന്ന് പറഞ്ഞു. സിന്ധുവിന് എന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്റെ ഹൃദയത്തിൽ ഒരു പോറലായിരുന്നു. ഞാൻ അവളെ മുമ്പിൽ വെച്ച് എന്റെ ഡയറിയിൽ എഴുതി വെച്ചു, 2,10,000 സിന്ധുവിന് ഇന്ന ദിവസം വാങ്ങിക്കണം. എന്നിട്ട് റെഡ് കളറിൽ ഒരു കോളത്തിൽ ഇട്ടു വെച്ചു. അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ കൂടെ എന്റെ ടീമും ഉണ്ട്, എന്റെ ടീമിനെ വേദനിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ 2020 അവളെ വീട്ടിൽ ചെല്ലുന്നത്, 2021 സിന്ധു ഒരു വരവും കൂടി വരും, അന്ന് വരുന്നുണ്ടെങ്കിൽ 2:10 വാങ്ങിയിട്ടേ വരുള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ വന്നാൽ അന്ന് ഞാൻ നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരുന്നു എന്നോടുള്ള വാക്ക്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്റെ
അപ്ലയൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 210 അടിക്കണം, എനിക്ക് 210. ഇവര് വിചാരിച്ചു എന്ത് പറ്റി, ഒരു കുഞ്ഞു ടീമാണുള്ളത്, അങ്ങനെ 210 വാങ്ങിക്കും, ഇങ്ങനെയൊക്കെ അവര് ചിന്തിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ എഴുതി വെച്ചിരുന്നത് 2020 ഡിസംബർ 18 ഒരു മന്ത്ലി കട്ട് ഓഫ് ആണ്, അന്ന് എനിക്ക് 210 വാങ്ങിക്കണം, ഇതായിരുന്നു എഴുതി വെച്ചത്. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് 2020 മാർച്ചിൽ കോവിഡ് വന്നു. ആ സമയത്ത് എല്ലാ പ്രതീക്ഷകളും പോയി. എനിക്ക് സുഖമില്ലാതെ ഞാനൊന്ന് കിടന്നുപോയി, കട്ടിലായിരുന്നു പോയി. അപ്പൊ ആ സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതുപോലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ ദൈവം അവസരം തന്നു, പഠിപ്പിച്ചു. 2021 ജനുവരി 15 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോ എന്റെ അക്കൗണ്ടിലും 2,10,000 രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. കളിയാക്കിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും മുമ്പിൽ തലയെടുപ്പോടുകൂടി ചങ്കും പിരിച്ചു നിന്ന് പറഞ്ഞു, സിന്ധുവിനും പറ്റുന്ന പണിയാണ് ഇത് എന്നുള്ളത് പറയാൻ സാധിച്ചു. അനുഭവം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു, കാണിച്ചു കൊടുത്തു. വെറും 2.5 വർഷം ഒരു ടീമിനോടൊപ്പം പണിയെടുത്ത സമയത്ത് 2,10,000. അപ്പൊ എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായ ബഹുമാനം തോന്നി. എടാ, ഇത് ആഴ്ചയിൽ അത് എന്താ പറയാ, ഒരു ATM കാർഡ് ഇല്ല, ഒരു പാൻ കാർഡ് ഇല്ലാതെ ബിസിനസ്സിലേക്ക് വന്ന ഒരാള് ATMിൽ പോയി പണം എടുക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. എന്റെ കൂട്ടുകാരി എന്നെ കൊണ്ട് കാണിക്കുമ്പോൾ ആദ്യം ബാലൻസ് ചെക്ക് ചെയ്യാനാണ് പഠിപ്പിച്ചത്. 2.10 പറഞ്ഞാൽ നമ്മൾ ബാലൻസ് നോക്കുമോ, അന്നുണ്ടായ ആ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇത് എവിടുന്ന്, ഇത് എങ്ങനെ വന്നു, അത് ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല. അത്രമാത്രം സുഖമായിരുന്നു. 2,10,000 എന്റെ അക്കൗണ്ടിൽ, ഒരു ലേഡിയുടെ, ഒരു സാധാരണക്കാരി, ഒരു പാവപ്പെട്ട അച്ഛന്റെ അമ്മയുടെ മോളുടെ അക്കൗണ്ടിൽ വന്നപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു. ഇതൊന്ന് വന്ന് കാണാൻ, 21 ദിവസം കഴിഞ്ഞ് ഇതൊന്ന് വന്ന് കാണാൻ നമ്മൾ കൊതിച്ചു. അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ പ്രോഗ്രാം വെച്ചു. ആ പ്രോഗ്രാമിൽ അച്ഛനും അമ്മയും അപ്ലയൻസും എല്ലാവരും പങ്കെടുത്ത് 1,17,000 രൂപ കൊടുത്ത് ഗ്രാൻഡ് ഓണറിങ് കൊടുത്തുകൊണ്ട് നല്ലൊരു പ്രോഗ്രാം വെച്ചു. കൂടെ വന്ന നിരവധി പേർക്ക് ഞാൻ പറഞ്ഞു, അന്ന് എന്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്തും നീ ഇപ്പൊ ചെയ്തോ എന്ന് പറഞ്ഞ് എന്നെ വിടുമ്പോഴും, ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി ആദ്യം പെർഫോമൻസ് അടിച്ചു, ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക് ഇറങ്ങി ആ ഒരാഴ്ചയിൽ 40,000 രൂപ എന്റെ അക്കൗണ്ടിൽ വരുമാനം വന്നു. ആ 40,000 വന്നപ്പോ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അതെന്റെ ഹസ്ബൻഡിനെ കാണിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പതിയെ കടയടച്ചിട്ട് എന്നോട് ഞാൻ ചോദിക്കും, എന്നെ അവിടെ ഒന്ന് കൊണ്ടുവിടും, ഇവിടെ ഒന്ന് കൊണ്ടുവിട്ടാൽ പോരെ, കൂട്ടിയും കൊണ്ടുവരണം, കാരണം തന്നെ പോകാനും വരാനും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ സമയം പോവാണ്, കച്ചവടത്തിന്റെ സമയം. അങ്ങനെ അദ്ദേഹം എന്റെ കൂടെ ഫീൽഡിൽ വരുമ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം എല്ലാം ക്യാഷ് കളക്ഷനുമായിട്ടാണ് ഞാൻ തിരിച്ച് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വരിക. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ, എന്താന്ന് ചോദിച്ചു. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന 4 കടയ്ക്ക് ഷട്ടർ ഇട്ടുകൊണ്ട് എന്റെ കൂടെ ബിസിനസ്സിൽ ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ആങ്ങളെയും പെർഫോമൻസ് അടിച്ചു. ആങ്ങളെ 17 ദിവസം കൊണ്ട് 17 മാസം കൊണ്ട് 2,10,000 വാങ്ങിച്ചു. ഇങ്ങനെ ഭയങ്കര മാറ്റങ്ങളാണ് ഞങ്ങളുടെ പൂതാടി എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ തുടങ്ങിയത്. അപ്പൊ എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒരുപാട് കളിയാക്കി. കാരണം ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് അറിഞ്ഞപ്പോ, അതുവരെ ഓഫീസിന്റെ പുറത്ത് പോയിട്ടായിരുന്നു പ്രൊഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യുക. പക്ഷെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, എല്ലാവരുടെ പറഞ്ഞു, ഞാൻ ഇവിടെയാണ്, എന്റെ ഓഫീസ് ഇവിടെയാണ്, ഇന്നടത്ത് വന്നാൽ മതി എന്ന് പറയും. അപ്പൊ അവിടെ വരുമ്പോൾ ആയുർവേദ മരുന്ന് തരുന്ന സിന്ധു എവിടെയാണോ, ഡോക്ടർ സിന്ധു എവിടെയാണോ എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ ചോദിച്ചു വരാൻ തുടങ്ങി. ഇപ്പൊ ഇവര് ബാക്കിയുള്ളവരും ഈ ബോസും കൂടി എന്നെ ഒരുപാട് ഞങ്ങൾ 5-6 സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരും കൂടെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം അവര് നോക്കുമ്പോൾ ഒരു 12 മണിക്കുള്ളിൽ എനിക്ക് ഒരു 6,000 രൂപയ്ക്ക് മേളിലുള്ള സെയിൽ നടന്നു. അപ്പൊ എനിക്ക് അവിടെ ഓഫീസിലെ പണി എടുക്കാൻ പറ്റില്ല. ഇവരെല്ലാം അവിടെ ഉണ്ട്. ഇവരുടെ കാങ്കൽ ഒരാൾ ഇറങ്ങിപ്പോയി 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരാൾ വരും. വലിയ എമൗണ്ട് ന്യൂട്രൽ ലൈഫും കവചപ്രാശ് പോലെയുള്ള ഞാൻ അന്ന് സെയിൽ ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു വിലയുണ്ടല്ലോ. ഇങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം കളിയാക്കാൻ തുടങ്ങി. എന്നാ പിന്നെ എന്റെ ബോർഡ് ഇവിടുന്ന് മാറ്റാം, സിവിൽ എഞ്ചിനീയറിന്റെ ബോർഡ് മാറ്റാം, ഡോക്ടർ സിന്ധു എന്നുള്ള പേര് വെക്കാം, കൺസൾട്ടിംഗ് റൂം ബാക്കിൽ ഒരുക്കി തരാന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്നെ കളിയാക്കി. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഡോക്ടറെ പോയി ചോറിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. ആ സമയത്ത് എന്റെ ചേച്ചിയെ വിളിച്ചിട്ട് ഒത്തിരി ഫൈറ്റ് ചെയ്തു. നീ ഒരു കുന്തത്തിൽ കൊണ്ടുവന്നേക്കുന്നു, എന്നെ എല്ലാവരും ചീത്ത പറയുന്നു, എന്നെ കളിയാക്കുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ച് ഒത്തിരി അങ്ങ് കരഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ആണോ അങ്ങനെ അവർ കളിയാക്കിയോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അവന്റെ ഐഡിയും കൂടെ അങ്ങ് അടിച്ചിടാൻ പറഞ്ഞു. അവന്റെ ഒരു ഐഡി അങ്ങ് അടിച്ചിടാൻ പറഞ്ഞു. അയാളുടെ സകല ഡീറ്റെയിലും എനിക്ക് അറിയുന്നതുകൊണ്ട് ആ വാശിക്ക് അയാളുടെ ഐഡി അടിച്ചിട്ടു. അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് ചീത്ത പറഞ്ഞു, പ്ലീസ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ, ലാഭമാണേലും നഷ്ടമാണേലും. ഞാൻ പറഞ്ഞു, അത് എനിക്ക് വേണ്ടിയിട്ട് ചേതയില്ലാത്തൊരു ഉപകാരം. എന്റെ ഏറ്റവും വലിയ വാശി അവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് വിജയിക്കുക. എന്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കരയ്ക്ക്. ഇവിടുന്ന് ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും, സിന്ധു ഒരു ഫീൽഡിൽ പരാജയപ്പെടുവോ രക്ഷപ്പെടുവോ എന്ന് അറിയണമെങ്കിൽ 3 മാസം മതി. നീ എത്ര മാസമായി ഓടാൻ തുടങ്ങുന്നു? കുടുംബത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആത്മഹത്യയുടെ വക്കിലേക്കാണ് എത്തിക്കുന്നത്. കടവും കടത്തിന്റെ കൂടാരം. പുള്ളിന്റെ തൊഴിലും വിട്ടു, എന്റെ തൊഴിലും വിട്ടു. എല്ലാ ആഴ്ചയും ഇവിടെ വരുമാനം വരില്ല. ആകെ പ്രശ്നങ്ങളാണ്. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങാത്ത കോൺഫിഡൻസ് ആണ്. സത്യമാഷ് പറയുന്ന പോലെ ഏറ്റവും നല്ല പ്രതികാരം, ഏറ്റവും നല്ല വിജയം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഹൃദയത്തിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവരോട് വില്ലംഘിക്കാൻ പറ്റില്ല. ഓരോ പ്രോഗ്രാമിന് മുമ്പോഴും കരയിക്കാതെ വിട്ടിട്ടില്ല. അപ്പൊ ഏറ്റവും വലിയ വാശി എന്റെ ഹസ്ബൻഡിന്റെയും മക്കളുടെയും മുമ്പിൽ ഒന്ന് വിജയിക്കുക. മക്കള് എന്നും കോഴിയിറച്ചി കൂട്ടി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന, നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മക്കള് അച്ചാറും ചെറുപയറും കാന്താരിമുളകും ഒക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ കഴിക്കാൻ ഒന്നിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുമ്പോ ഇവര് പറയും, അമ്മ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ആഴ്ച 2.10 കിട്ടുന്നു.
ഞങ്ങൾ എന്തുകൂട്ടിയാ കഞ്ഞി കുടിക്കുന്നതെന്ന് അറിയോ? അച്ഛൻ ഞങ്ങളെ ഇങ്ങനെ പട്ടിണിയാക്കിയിട്ടില്ല. ഇങ്ങനെ പറയുമ്പോൾ ഈ ഭക്ഷണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കണോ അങ്ങോട്ട് തൂക്കണോ, ഇവരോടൊപ്പം ഇരുന്ന് കഴിക്കാതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് വിഷം ഇറക്കുന്ന പോലെ ഇറക്കിയിട്ട് പുറത്ത് പോയിട്ട് പൊട്ടി കരയും ബാത്റൂമിൽ പോയിട്ട്. അപ്പൊ ഇവരുടെയൊക്കെ മുമ്പിൽ വിജയിക്കുക. ആ ബോസും അതുപോലെ എന്നെ കളിയാക്കി. അപ്പൊ അദ്ദേഹത്തിനോടുള്ള വാശി, അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, നിന്നെ കൊണ്ടൊരു മോനെ ദിനേശ എന്നുള്ളതായിരുന്നു എന്റെ വാക്ക്. എന്താണേലും എന്റെ അക്കൗണ്ടിൽ 40,000 വന്നപ്പം അദ്ദേഹം ഞെട്ടി. ഇത് വീക്ക്ലി ഇൻകം റിയലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു സാധാരണക്കാരി സിന്ധുവിന് അങ്ങനെ 40,000 കിട്ടിയെന്ന് പഠിക്കാൻ അദ്ദേഹവും ശ്രമിച്ചു. എന്താണെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് മേഖല വിട്ട് ഫുൾ ടൈമർ ആയിട്ട് എന്റെ കൂടെ ബിസിനസ്സിനകത്തേക്ക് കടന്നു വന്നു. ഇന്ന് വളരെയധികം അഭിമാനമുണ്ട്. എന്റെ അക്കൗണ്ടിൽ 2,10,000 വന്നപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിൽ 1,00,000 രൂപ വരുമാനം വന്നു. എന്നെ കളിയാക്കിയ ബോസിന്റെ അക്കൗണ്ടിൽ 59,000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ കൂടെ വന്നവർക്കൊക്കെ വലുതും ചെറുതുമായ വരുമാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് 2,10,000 ഒരു തവണ വാങ്ങിച്ചു. അപ്പൊ മനസ്സിലായി. ഞാൻ GTSC പോയപ്പോ പേടിച്ചു, ഇത് പിന്നെ അല്ലെ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നില്ല, പ്രായമുണ്ടോ വിദ്യാഭ്യാസം ഉണ്ടോ ഇതൊന്നും ചോദിക്കുന്നില്ല, കറുത്തതാണോ വെളുത്തതാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും ചോദിക്കുന്നില്ല. എന്റെ അപ്ലൈ ലീഡർ പ്രസാദ് സാറ് ചോദിച്ചത്, സിന്ധു ജീവിതത്തിൽ രക്ഷപ്പെടണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു രക്ഷപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലക്ഷങ്ങളും കോടികളും അല്ല മുതൽ മുടക്കേണ്ട, ബന്ധങ്ങൾ വേണം. അവരെ ഒന്ന് കാണിച്ചു തരാനുള്ള സമയവും വേണം. അപ്പോൾ ബന്ധങ്ങളും കുറവാണ്. സമയം 24 മണിക്കൂറും പ്രവർത്തിക്കാൻ റെഡിയാണോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ അപ്ലൈൻസിനോട് പറഞ്ഞത്. 53 പേരുടെ ലിസ്റ്റാണ് പേരെഴുതി വെക്കാൻ പറയുമ്പോൾ എഴുതിയത്. അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ് ഇന്ന് 16,000-ന്റെ മേലുള്ള വലിയൊരു ടീമിന്റെ ഉടമയായിട്ട് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് അഭിമാനമാണ്. അങ്ങനെ പോകെ പോകെ എനിക്ക് 2/10 കിട്ടിയപ്പോൾ ഞാൻ പേടിച്ച ഇത് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പറ്റും. ഇന്ന് അഭിമാനം 14 പേര് ടീമിനകത്ത് 2,10,000 രൂപ വാങ്ങിക്കുന്നവരുണ്ട്. ZDC എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയപ്പം ഒരു 7.5 ലക്ഷം വില വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വാഗണർ സ്വന്തമായി വാങ്ങിക്കാൻ സാധിച്ചു. അതിനുശേഷം ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യുക, പരാജയപ്പെട്ടവരെയും കളിയാക്കിയവരുടെയും മുമ്പിൽ വിജയിക്കുക എന്നൊരു വലിയ അടങ്ങാത്ത വാശിയായിരുന്നു. ആ വാശി വെച്ചുകൊണ്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഒരു നിമിഷം പുറകോട്ട് നോക്കിയിട്ടില്ല. പരാജയം നമ്മളെ തേടി വന്നിട്ടേ ഇല്ല. അങ്ങനെ ആവേശത്തോടു കൂടി ഒരു ദിവസം പോലും ഫീൽഡിൽ ഇരുന്നിട്ടില്ല. ഹസ്ബൻഡിനെയും കൂട്ടി വർക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഓടിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വിജയികളെ ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇവോൾവ് പ്രോഗ്രാം, ഗോവ പ്രോഗ്രാം, ഇങ്ങനെ പല പ്രോഗ്രാംസുകൾ കമ്പനീന്റെ ഇന്റർനാഷണൽ ഫസ്റ്റ് നാഷണൽ കൺവെൻഷൻ വെച്ച് അങ്ങനെ പല തരത്തിലുള്ള പ്രോഗ്രാമിലും ഓരോ ഗോൾ സെറ്റ് ചെയ്യും. കൂടെയുള്ളവരെ ഇന്നതാക്കണം, ഇങ്ങനെ ആവണം, എനിക്ക് ഇന്ന റാങ്കിലേക്ക് എത്തണം എന്ന് എപ്പോഴും ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊന്നും കേൾക്കാൻ സമയം ഉണ്ടായില്ല. 2023 ആവുമ്പോഴേക്കും 24 ലക്ഷം വില വരുന്ന വലിയൊരു അൽക്കാസർ എന്ന് പറയുന്ന വലിയൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. കൂടെ വന്ന ഒരുപാട് പേര് കാർ അച്ചീവേഴ്സും ബൈക്ക് അച്ചീവേഴ്സും ആയിട്ട് മാറാൻ സാധിച്ചു. ഒട്ടനവധി വീട്ടിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്നിപ്പം എന്താ പറയാ, മോളുണ്ട്, അവളെ കല്യാണം നടത്തേണ്ട സിറ്റുവേഷൻ വന്നു. 2023 ആകുമ്പോഴേക്കും അവളെ കല്യാണം നടത്തേണ്ടി വന്നു. വീടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് കാണുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ബാക്കൊക്കെ ഒരു വൈറ്റ് കളറും കർട്ടനും ഒക്കെ കാണുന്നുണ്ട്. അന്ന് ചുമ്മാ കട്ട കൊണ്ട് തേച്ച ഒരു വീട്ടിലായിരുന്നു. ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം മോളെ കല്യാണമായപ്പോൾ വീടൊക്കെ വൃത്തിയാക്കി. കുഞ്ഞു വീടാണ്, ആ വീടൊക്കെ കുഞ്ഞതാണെങ്കിലും ഞങ്ങൾക്ക് അത് ഇന്ന് കൊട്ടാരമാണ്. കാരണം അങ്ങനെ പോലും ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നില്ല. രണ്ടുപേരും ബിസിനസ്സിലേക്ക് ഇറങ്ങി, മക്കൾ ബിസിനസ്സിലാണ്. അങ്ങനെ ഇതിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. അപ്പൊ ഇന്ന് കർട്ടനും സെറ്റിയും കാര്യങ്ങളെല്ലാം ഇട്ടു. മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. അവളെ പ്രസവം കഴിഞ്ഞു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ചെറിയ പ്രായത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തവരായി ഞങ്ങൾ രണ്ടാളും മാറി. എന്തായാലും ഇതൊക്കെ MI ലൈഫ്സ്റ്റൈൽ വന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നടന്നതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എല്ലാവരോടും പറയാം, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അന്ന് ഞാൻ തുടക്കത്തിങ്ക പറഞ്ഞിരുന്നു, പാവപ്പെട്ട അച്ഛന്റെ അമ്മയുടെ മക്കളാണെങ്കിൽ ഇന്ന് ഞങ്ങള് 4 മക്കളിലെ മൂത്തയാൾ ആങ്ങളെയാണ്. ആങ്ങളെ നിൽക്കുന്നത് ഏതാനും ആഴ്ചകൾ കൊണ്ട്, ഈ മാസം ഒരുപക്ഷെ മന്ത്ലി കട്ട് ഓഫിന് മുമ്പ് അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ കൊണ്ട് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് 5 കോടി ബിസിനസ്സോളി മാച്ച് ചെയ്തുകൊണ്ട് സീലിംഗ് അച്ചീവർ ആയിട്ടാണ് ആങ്ങളെ നിൽക്കുന്നത്. ഞങ്ങളെ ബിസിനസ് പരിചയപ്പെടുത്തിയ ചേച്ചി നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, വിത്ത് സീലിംഗ് അച്ചീവർ ആണ്. മൂന്നാമത്തെ ആളാണ് ഞാൻ. ഏതാണ്ട് 3.5 കോടി ബിസിനസ്സോളയും കവർ ചെയ്തുകൊണ്ടിട്ട് CTC എന്ന് പറയുന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാഷണൽ ടീം കോർഡിനേറ്റർ വിത്ത് സീലിംഗ് അച്ചീവർ ആണ്. എന്റെ ഇളയ അഞ്ചത്തി വീടിന്റെ തൊട്ടുപുറത്താണ്. റീജിയണൽ ടീം ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ മാസം മന്ത്ലി കട്ട് ഓഫിന് മുൻപ് നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുകയാണ്. വിത്ത് സീലിംഗ് അച്ചീവർ ആണ്. എന്റെ ഹസ്ബൻഡ് ഇപ്പം റീജിയണൽ ടീം കോർഡിനേറ്റർ ആണ്. ഒരു 2-3 മാസം കൊണ്ട് അദ്ദേഹം നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തും. വിത്ത് സീലിംഗ് അച്ചീവർ ആണ്. അതേപോലെ എന്റെ മൂത്ത മോള് എന്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് ഞാൻ ഒരുപാട് കരയുന്ന കണ്ട് വന്നുകൊണ്ട് അവർക്ക് ബിസിനസ്സേ ഇഷ്ടമായിരുന്നില്ല.
പക്ഷെ രണ്ടാമത്തെ മോള് കോവിഡിന്റെ ഈ സമയം മുതൽ ഈ വീട്ടിൽ വന്ന വരുമാനവും സുഖങ്ങളെല്ലാം കാണുകയും പണികളെല്ലാം പഠിക്കുകയും സ്വന്തമായി ഇന്നൊരു വീട് എങ്ങനെ നോക്കണം എന്ന് മക്കൾ പഠിക്കാനൊക്കെ ഒരു അവസരം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നുകൊണ്ടുണ്ടായി. കാരണം എനിക്ക് ഈ പ്രാന്തായി. ഈ ബിസിനസ്സാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിലും പ്രോഗ്രാമിന് ആര് വിളിച്ചാലും നമ്മൾ അവിടെ മുമ്പിൽ ഉണ്ടാവും. അപ്പൊ മക്കൾക്ക് ഭക്ഷണം കിട്ടാണ്ടായപ്പോ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് എല്ലാ പണികളും പഠിച്ചു. ഇന്ന് കമ്പനിയുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്ന് സ്വന്തം ഫാമിലി എടുത്താൽ 14 കൂടുതൽ വ്യക്തികൾ ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട്, ഒരു സാധാരണ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇന്ന് പറയാൻ പറ്റുമോ പാവപ്പെട്ട അച്ഛന്റെ അമ്മയുടെയും മക്കൾ സാധാരണക്കാരെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് അസാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ബിസിനസ് ആർക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഫാമിലിക്ക് ചെയ്യാമെന്ന് പറയും. നമുക്കറിയാം, നമ്മളുടെ ജെൻസ് ചെയ്യുന്ന പണി പോയിട്ട് ലേഡീസിനോട് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല, അല്ലെ? അച്ഛനോ അമ്മയോ മക്കളോ പെങ്ങന്മാരോ ആരുണ്ടെങ്കിലും അവരോട് ചെയ്യാൻ പറഞ്ഞ. ഞങ്ങൾ ചെയ്യുന്ന ഒരു പണികളും നിങ്ങൾ ജെൻസിന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ സോപ്പും പേസ്റ്റും ആർക്ക് വേണേലും വിൽക്കാൻ കഴിയും. അത് വിറ്റുകൊണ്ട് എത്ര വരുമാനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഇൻഡസ്ട്രിയിലാണ് ദൈവം നമ്മളെ അറിഞ്ഞോ അറിയാതെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരം തന്ന ദൈവത്തിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും സപ്പോർട്ട് തന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. എവിടെ പോണെങ്കിലും എന്തിനു പോണെങ്കിലും ഒരുപാട് കരയിച്ചിട്ടുണ്ടെങ്കിലും വിജയിച്ച് കാണിക്കുക എന്ന മധുര പ്രതികാരം കൊണ്ട് വിജയിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ലേഡീസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. ഒരു പടക്കുതിരയെ പോലെ മുന്നോട്ടെന്ന് പറഞ്ഞ് മാത്രം ആഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ സുവർണ അവസരമാണ് കിട്ടിയത്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ തീരുമാനം എടുക്കാനും അതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ്വൽ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലേശ്വർ മക്കൾ.